ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഐസോമർസ് ആണ്. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ജിയോമെട്രിക്കൽ ഐസോമർസം പറഞ്ഞു, കൺഫർമേഷണൽ ഐസോമർസം പറഞ്ഞു. ഇനി ഒപ്റ്റിക്കൽ ഐസോമർസ് ആണ്. എന്താണ് ഒപ്റ്റിക്കൽ ഐസോമർസം നോക്കാം നമുക്ക്. എ കോമ്പൗണ്ട് ഈസ് സെഡ് ടു ബി ഒപ്റ്റിക്കലി ആക്റ്റീവ് ഇഫ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് either റൈറ്റ് ഓർ ലെഫ്റ്റ് എന്നാണ്. ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ ആ കോമ്പൗണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്ലെയിനിന് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കണം എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്താണ് എന്ന് നോക്കാം. നോക്കൂ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് കണ്ടെയ്ൻ വൈബ്രേഷൻ ഇൻ ഓൾ പ്ലെയിൻ. എല്ലാ പ്ലെയിനിലും വൈബ്രേഷൻ ഉള്ള ഈ ലൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് അതിനെ പറയാം. എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ്? ഓക്കെ, that is this light have vibration in all plane എന്നാണ് അർത്ഥം. ഓക്കെ, എന്നാൽ ആ ലൈറ്റിനെ നമ്മൾ ടോർമാലിൻ ക്രിസ്റ്റലിലൂടെ അല്ലെങ്കിൽ നിക്കോൾ പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ ആ ക്രിസ്റ്റലിന്റെ ആക്സിസിന് പാരലൽ ആയ ഒരു വൈബ്രേഷൻ മാത്രം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഇത് റൂമാണ്. ഈ റൂമിനകത്ത് ഇപ്പുറത്ത് ഒരു ചുമരുണ്ട്, ഇതിന്റെ ഇപ്പുറത്ത് വേറൊരു ചുമരുണ്ട്. ഈ ചുമരുന്ന് ഒരു കയറ് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ റൂമിലേക്ക് വലിച്ചു കെട്ടുകയാണ്. ഏത് റൂമിലേക്ക്? ഈ റൂമിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു കയറ് ഞാൻ ഇങ്ങനെ വലിച്ചു കെട്ടുമ്പോൾ ഈ ചുമര് വെട്ടിയിരിക്കുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിന്റെ ഉള്ളിലൂടെ ആ കയറ് ഞാൻ എടുത്ത് പുറത്തേക്ക് ഈ ചുമരിലേക്ക് വലിച്ചു കെട്ടി. ഇങ്ങനെ കെട്ടിയിരിക്കുന്നു. ഇനി ഈ കയറിനെ ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിക്കുകയാണ്. കയറിനെ ഞാൻ പിടിച്ച് വൈബ്രേറ്റ് ചെയ്യിക്കുകയാണ്. എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതാ? ഇങ്ങനെ ഞാൻ വൈബ്രേറ്റ് ചെയ്യിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഈ കയറിനെ പിടിച്ച് വൈബ്രേറ്റ് ചെയ്യിച്ചാൽ ഇവിടെ ഉള്ള ആളുകൾ ആ വൈബ്രേഷൻ കാണുമോ? ഇല്ല. കാരണം ചുമര് വെട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അല്ലെ? ഇങ്ങനെ ഞാൻ വൈബ്രേറ്റ് ചെയ്യിച്ചാലോ? ഇല്ല, അതും കാണൂല. കാരണം ചുമര് വെട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതേ സമയത്ത് ഞാൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിച്ചാലോ ആ വൈബ്രേഷൻ മാത്രം എന്ത് ചെയ്യും? ഇവിടേക്ക് വരും, അല്ലെ? അപ്പൊ ഇവിടെ ഈ കയറിനെ ഞാൻ എല്ലാ പ്ലെയിനിലും അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യിച്ചാൽ ആ എല്ലാ വൈബ്രേഷൻസ് ഇവിടെ ബ്ലോക്ക് ആയിട്ട് ഈ ചുമര് വെട്ടിയിരിക്കുന്ന ആക്സിസിന് പാരലൽ ആയ വൈബ്രേഷൻ മാത്രം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അപ്പോ ഇവിടെ ഈ കയറ് വൈബ്രേറ്റിംഗ് ഓൺലി ഇൻ വൺ പ്ലെയിൻ. ഇൻ ദ സെയിം വേ നമ്മൾ ഒരു ലൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റിന് ഒരു ടോർമാലിൻ ക്രിസ്റ്റലിലൂടെ കടത്തിവിട്ടാൽ അല്ലെങ്കിൽ നിക്കോൾ പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ ആ ക്രിസ്റ്റലിന് ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിന് പാരലൽ ആയ വൈബ്രേഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ ഒറ്റ പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ ഉള്ള ലൈറ്റിനെ പറയുന്ന പേരാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒരു കെമിക്കൽ സാമ്പിൾ ഒരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ക്യുവറ്റിൽ എടുത്തിട്ട് അതിലൂടെ നമ്മൾ കടത്തിവിടുകയാണ്. അങ്ങനെ കടത്തിവിട്ടിട്ട് പുറത്തേക്ക് വരുന്ന ലൈറ്റിനെ നമ്മൾ ഒരു പൊളാരിമീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാണ്. അങ്ങനെ വരുന്ന ലൈറ്റ്, ഇങ്ങനെ വന്ന ലൈറ്റ് അതേപോലെ തന്നെയാണ് പുറത്ത് വരുമ്പോൾ പ്ലെയിൻ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഇതിനകത്ത് എടുത്ത കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല എന്നതാണ്. അതായത് അത് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? അതേ സമയത്ത് അങ്ങനെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒരു സാമ്പിളിലൂടെ പാസ് ചെയ്തു. അതായത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് വന്നിരുന്ന ലൈറ്റ് ഈ സാമ്പിളിലൂടെ കറങ്ങിയപ്പോ അല്ലെങ്കിൽ കയറി ഇറങ്ങിയപ്പോ പുറത്തേക്ക് എത്തിയപ്പോ അതിന്റെ പ്ലെയിന് ഇങ്ങനെ ഒന്ന് വളഞ്ഞു. എങ്ങോട്ട്? ഒബ്സർവ്ഡ്. ഞാനല്ല ഒബ്സർവ് ചെയ്യുന്നത്, ഒബ്സർവ്ഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഒബ്സർവ്ഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. മാത്രമല്ല അത് ലൈറ്റിന്റെ പ്ലെയിനെ വലത്തോട്ട് തിരിച്ചതുകൊണ്ട് ഡെസ്ട്രോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഡി അല്ലെങ്കിൽ പ്ലസ് ഐസോമർ എന്ന് നമ്മൾ പറയും. ഡെസ്ട്രോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഡി അല്ലെങ്കിൽ പ്ലസ് ഐസോമർ എന്ന് പറയും. അതേ സമയത്ത് ആ കോമ്പൗണ്ട് ലൈറ്റിന് ഇടത് ഭാഗത്തേക്കാണ് തിരിച്ചതെങ്കിൽ, അതായത് ഒബ്സർവ്ഡ് നോക്കുമ്പോൾ ആ ലൈറ്റിന്റെ പ്ലെയിന് ഇടത് ഭാഗത്തേക്കാണ് തിരിഞ്ഞതെങ്കിൽ അപ്പോഴും ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇടത്തോട്ട് തിരിച്ചുകൊണ്ട് ലീവോ അല്ലെങ്കിൽ എൽ അല്ലെങ്കിൽ മൈനസ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിനോട്ട് ചെയ്യും. ഇനി ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതും അതിന്റെ മിറർ ഇമേജും തമ്മിൽ എന്തായിരിക്കും? ഇപ്പൊ ഒരു കോമ്പൗണ്ട് വലത്തോട്ട് തിരിക്കുന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ മിറർ ഇമേജ്, അതായത് കണ്ണാടിക്ക് മുമ്പിൽ വെച്ചാൽ കിട്ടുന്ന ഇമേജ് ഇടത്തോട്ടായിരിക്കും തിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇതാണല്ലോ. അപ്പൊ a compound is said to be optically active if it rotates the plane of plane polarized light either right or left. This is the condition to become ഒപ്റ്റിക്കലി ആക്റ്റീവ്. പക്ഷേ ഇത് ലബോറട്ടറിയിൽ ചെയ്യാൻ പറ്റിയാണ്. പൊളാരിമീറ്റർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് ലബോറട്ടറിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ഒരു കോമ്പൗണ്ട് തന്നിട്ട് അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേന്ന് അതിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പറയണം.
അതിനുള്ള ട്രിക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഹൗ ടു ചെക്ക് വെദർ എ ഗിവൺ കോമ്പൗണ്ട് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ബൈ ലുക്കിംഗ് ഇസ് സ്ട്രക്ചർ. അതിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് പറയണം എങ്ങനെയാണ് അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. അതിനുള്ള കണ്ടീഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, ആ മോളിക്യൂളിൽ ഒരു കൈറാൽ സെന്റർ അല്ലെങ്കിൽ അസിമെട്രിക് സെന്റർ ഉണ്ടായിരിക്കണം. കൈറാൽ കാർബൺ എന്ന നിർബന്ധമൊന്നുമില്ല, കൈറാൽ സെന്റർ അല്ലെങ്കിൽ അസിമെട്രിക് സെന്റർ ഉണ്ടായിരിക്കണം. എന്താണത് നമുക്ക് നോക്കാം. ഒരു കൈറാൽ സെന്റർ അല്ലെങ്കിൽ അസിമെട്രിക് സെന്റർ ഉണ്ടായിരിക്കണം. കൈറാൽ കാർബൺ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അലയൻസിൽ നമുക്ക് കൈറാൽ കാർബൺ ഒന്നുമില്ല, പക്ഷെ ഒരു അസിമെട്രിക് സെന്റർ ഉണ്ട്. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ, ആ കോമ്പൗണ്ടും അതിന്റെ മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം. ആ കോമ്പൗണ്ടും അതിന്റെ കണ്ണാടിയിൽ വെച്ചാൽ കിട്ടുന്ന ഇമേജും തമ്മിൽ ചേർത്ത് വെച്ചാൽ ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. കോമ്പൗണ്ട് ആൻഡ് ഇറ്റ്സ് മിറർ ഇമേജ് ഷുഡ് ബി നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്നാണ്. നോക്കൂ, O എന്ന ലെറ്റർ ഞാൻ കണ്ണാടിക്ക് മുമ്പ് വെച്ചാൽ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് അത് എടുത്തു വെച്ചാൽ ചേർന്ന് നിൽക്കൂലേ. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് സൂപ്പർ ഇമ്പോസിബിൾ എന്നാണ്. എന്നാൽ ചേർന്ന് നിൽക്കാത്തതാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. F എന്ന ലെറ്റർ ഞാൻ എടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാൽ അത് ഇങ്ങനെയല്ലേ നിൽക്കുക. ഇത് ഇതിന്റെ മുകളിൽ എടുത്തു വെച്ചാൽ ചേർന്ന് നിൽക്കുമോ? ഇല്ല, ചേർന്ന് നിൽക്കൂല. അതാണ് പറയുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം. അപ്പൊ ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. A എന്ന ലെറ്ററിന്റെ കണ്ണാടിയിലെ ഇമേജ് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുക. അത് ചേർന്ന് നിൽക്കും, എടുത്തു വെച്ച് ചേർന്ന് നിൽക്കും. അപ്പൊ ഇത് രണ്ടും എന്താ? സൂപ്പർ ഇമ്പോസിബിൾ. ഇത് പറ്റൂല, ഇങ്ങനെ ആകാൻ പാടില്ല എന്നാ പറയുന്നത്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം. ആ ഇമേജ് അല്ലെങ്കിൽ ആ മോളിക്യൂൾ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാൽ എന്താണ്? അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം, ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഓക്കെ. എന്നാൽ ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ മിറർ ഇമേജ്, ഒരു കോംപ്ലിക്കേറ്റഡ് മോളിക്യൂളിന്റെ മിറർ ഇമേജ് നോക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്തല്ല, നമുക്ക് പ്രാക്ടിക്കൽ അല്ല. ഒരു കോംപ്ലക്സ് ഇമേജ് അല്ലെങ്കിൽ മോളിക്യൂളിന്റെ കണ്ണാടിയുടെ ഇമേജ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് അത് ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ മിറർ ഇമേജിലേക്ക് നോക്കാൻ പോകണ്ട. നമ്മൾ കൈറാൽ സെന്റർ ഉണ്ടോ നോക്കുക. മറ്റൊന്ന്, നമ്മൾ അതിനകത്ത് സിമെട്രി എലമെന്റ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. അതിന് സെന്റർ ഓഫ് സിമെട്രി പാടില്ല, പ്ലെയിൻ ഓഫ് സിമെട്രി POS പ്ലെയിൻ ഓഫ് സിമെട്രി പാടില്ല, COS സെന്റർ ഓഫ് സിമെട്രി പാടില്ല, ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രിയും പാടില്ല, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രി പാടില്ല, ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രിയും പാടില്ല. എന്താണ് ആക്സിസ് ഓഫ് സിമെട്രി, എന്താണ് ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി, നമ്മൾ രണ്ടും പറയും. ഓക്കെ. ഈ ഒരു സിമെട്രി എലമെന്റും അതിന് പാടില്ല. സെന്റർ ഓഫ് സിമെട്രി പാടില്ല, പ്ലെയിൻ ഓഫ് സിമെട്രി പാടില്ല, ആൾട്ടർനേറ്റ് ആക്സിസ് അല്ലെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ആക്സിസ് എന്നും പറയാറുണ്ട്. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി IAS അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി AAS എന്നും പറയും. സെന്റർ ഓഫ് സിമെട്രി ആണ് COS, പ്ലെയിൻ ഓഫ് സിമെട്രി ആണ് POS. ഈ സംഭവങ്ങളൊന്നും അതിനകത്ത് പാടില്ല. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും കണ്ടീഷൻ നിങ്ങൾ നോക്കാൻ പോയാൽ മതി. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ നോക്കുക എന്നുള്ളത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല. ഓക്കെ. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റും. എന്നാൽ അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ തിരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. വലത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡെസ്ട്രോ പറയാം, ഇടത്തോട്ടാണെങ്കിൽ ലീവോ പറയാം. അത് എങ്ങോട്ടാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അതിന്റെ മിറർ ഇമേജ്, കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ ഒരു മോളിക്യൂൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇടത്തോട്ടാണ് തിരിക്കുക. ഓക്കെ. അപ്പൊ പ്ലെയിൻ ഓഫ് സിമെട്രിക് ഓക്കെ ആണല്ലോ. എന്റെ ഈ കൈ നിങ്ങൾ നോക്കൂ. എന്റെ ഈ കൈയിന്റെ മിറർ ഇമേജ് എങ്ങനെ വരിക? ഇങ്ങനെയല്ലേ വരിക? ആണ് ഇല്ലേ? ഇതിന് സിമെട്രി ഉണ്ടോ? എങ്ങനെ സിമെട്രി ഉണ്ട്? എങ്ങനെ കെട്ടിതാണ്ട് ഈ ഗ്രാഫ് കിട്ടോ? ഇല്ല. എങ്ങനെ കെട്ടാണ്ട് ഈ ഗ്രാഫ് കിട്ടോ? ഇല്ല. എങ്ങനെ കെട്ടിയാൽ ഈ ഗ്രാഫ് കിട്ടില്ല. പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. സെന്റർ ഓഫ് സിമെട്രി ഉണ്ടോ? സെന്റർ ഓഫ് സിമെട്രി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാം. ഉണ്ടോ? ഇല്ല. ഇങ്ങനെ കെട്ടിതാണ്ട് ഈ ഗ്രാഫ് കിട്ടോ? ചിലർക്ക് തോന്നുന്നു ഇങ്ങനെ കെട്ടിതാണ്ട് ഈ ഗ്രാഫ് കിട്ടൂലേ? കിട്ടൂല. കാരണം ഇവിടെ കറുത്തിട്ട് ഇവിടെ വെളുത്തിട്ടാ. ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഈക്വൽ ഹാഫ് കിട്ടണം എന്നാണ്. അപ്പോ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. ഇനി ഈ കണ്ണാടി അല്ലെങ്കിൽ ഇത് കൈയിന്റെ ഇമേജ് ഇങ്ങനെ വരിക. ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ചേർന്നോ? അങ്ങനെ ചേർന്നോ? ഇല്ല, ചേർന്നൂല. അപ്പൊ ചില ചോദിക്കും ഇങ്ങനെ ചേർത്ത് വെച്ചൂടെ? അങ്ങനെയാണോ ചേർത്ത്? നമ്മൾ പ്ലേറ്റിന്റെ മുകളിൽ പ്ലേറ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് വെച്ചാണ് വെക്കുക. നമ്മൾ ഇങ്ങനെയല്ലേ വെക്കുക? അട്ടിക്കിട്ട് വെക്കല്ലേ ചെയ്യുക. അപ്പൊ അങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യില്ല? ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ന് പറയാം. ഇനി എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിക്കുന്നതെന്നാണ് പലരും ചിന്തിക്കുന്നുണ്ടാവുക. നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്ന മെഡിസിനൽ കെമിസ്ട്രിയിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മരുന്ന് ഉപയോഗിക്കുന്നു, ആ മരുന്ന് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അതിന്റെ വലത്തോട്ട് ലൈറ്റിനെ തിരിക്കുന്ന ഐസോമർ ആണ് മരുന്നെങ്കിൽ അതിന്റെ ഇടത്തോട്ട് തിരിക്കുന്ന ഐസോമർ കൊടുത്തിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ആ മരുന്നിന്റെ സ്ട്രക്ചർ നിങ്ങളോട് ഇപ്പൊ നിങ്ങൾ കിട്ടിയൊരു മരുന്നുണ്ടല്ലോ, ഉദാഹരണത്തിന് ഏതെങ്കിലും അസുഖത്തിനുള്ള മരുന്ന്, ആ മരുന്നിനെ നിങ്ങൾ ഒരു കണ്ണാടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ അത് കാണിക്കുന്ന കണ്ണാടിയിൽ കാണുന്ന സ്ട്രക്ചർ പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്തില്ല? ഇങ്ങനെ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് ഇല്ല. നിങ്ങളുടെ അസുഖം സുഖപ്പെടുത്താനുള്ള കഴിവ് ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏത് മരുന്ന്, അപ്പൊ ചിലത് മാത്രമല്ല ഇത് അസുഖം സുഖപ്പെടുത്താനുള്ള കഴിവ് ഇല്ല എന്ന് മാത്രമല്ല നമുക്ക് ചില ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കും.
സംഭവം ഒരേ കോമ്പൗണ്ട് ആണ്, ഒരേ സ്ട്രക്ചർ ആണ്, ഒക്കെ സെയിം ആണ്. പക്ഷെ ഒന്ന് ലൈറ്റിന് എന്ത് ചെയ്യുന്നു, വലത്തോട്ട് തിരിക്കുന്നു, ഒന്ന് ലൈറ്റിന് എന്ത് ചെയ്യുന്നു, ഇടത്തോട്ട് തിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വില കൂടിയ ചില മരുന്നുകളുടെ ഒക്കെ ബാക്കിൽ ഇൻഗ്രീഡിയന്റ് വായിച്ചു നോക്കിയാൽ ബാക്കിൽ പ്ലസ് എന്നോ ഡെസ്ട്രോ എന്നോ അല്ലെങ്കിൽ ഡി എന്നോ അല്ലെങ്കിൽ മൈനസ് എന്നോ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ പ്ലസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈനസ് ഐസോമർ സ്ട്രക്ചർ ഒരു വ്യത്യാസവും ഇല്ല. എന്താ വ്യത്യാസം? അത് ആ ആദ്യത്തെ മോളിക്യൂളിന്റെ ഒരു കണ്ണാടിയിലുള്ള ഇമേജ് പോലെയാണ് മറ്റുള്ളതെന്നേ ഉള്ളൂ, അല്ലേ? ഒന്ന് ലൈറ്റിനെ മെൽറ്റിംഗ് പോയിന്റ് സെയിം ആണ്, ബോയിലിംഗ് പോയിന്റ് സെയിം ആണ്. പക്ഷെ ഒന്ന് ലൈറ്റിനെ വലത്തോട്ട് തിരിക്കുന്നു, മറ്റൊന്ന് ലൈറ്റിനെ ഇടത്തോട്ട് തിരിക്കുന്നു. അപ്പോ ഈ ഒരു വ്യത്യാസം കാരണം നമ്മളുടെ ബോഡിയിൽ അവരുടെ ആക്ഷൻ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ചീപ്പായ ചില മരുന്നുകളൊക്കെ ഉണ്ട്, വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത്, അല്ലെ? ഈ ബിഫാം ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി തുടങ്ങുന്ന ഒരു മരുന്നാണ് പാരാസിറ്റമോൾ. 1 രൂപക്ക് 50 എങ്ങാണ്ട് കിട്ടും, അല്ലെ? പാരാസിറ്റമോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? അല്ല. കാരണം എന്താ? അതിന്റെ മുകളിൽ ഒരു അസിമെട്രിക് കാർബൺ ഇല്ല. എന്താണ് അസിമെട്രിക് കാർബൺ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാം. ഓക്കെ, പാരാസിറ്റമോൾ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാരാസിറ്റമോൾ എന്താണ്? ഫീനോൾ അറിയോ? അതാണ് ഫീനോൾ, അല്ലെ? ഇതെന്താ സാധനം? അസിറ്റമൈഡ് ആണ്, അല്ലെ? എത്തനമൈഡ് അല്ലെങ്കിൽ അസിറ്റമൈഡ് ആണ് ഈ സാധനം, അല്ലെ? ഈ എന്താണ് ഫീനോളിന്റെ പാരാ പൊസിഷനിൽ അസിറ്റമൈഡ് വന്നാൽ അതിന്റെ പേരാണ് പാരാസിറ്റമോൾ. അതായത് പാരയിൽ അസിറ്റമൈഡ് ഉള്ള ഓള് പാരാസിറ്റമോൾ. നോക്കൂ, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? അല്ല. കാരണം എന്താ? ഇതിന്റെ മുകളിൽ കൈറാൽ കാർബൺ ഇല്ല. എന്താ കൈറാൽ കാർബൺ? കൈറാൽ സെന്റർ ഇല്ല, അല്ലെങ്കിൽ അസിമെട്രിക് സെന്റർ ഇല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൈറാൽ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? 4 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള കാർബൺ എന്നാണ്. ഇവിടെ 4 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടോ? ഇവിടെ ആകെ എത്ര ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളൂ? 3 ഉള്ളൂ. ഇതിന്റെ മുകളിൽ 3 ഹൈഡ്രജൻ ആണ്. പറ്റൂല, 4 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി വേണം. ഇവിടെ നോക്കുക നിങ്ങൾ, ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു NH ഉണ്ട്, പിന്നെ ഒരു H ഉണ്ട്, സോറി H ഇല്ല, NH ഉണ്ട്, പിന്നെന്താ ഉള്ളത്? പിന്നെയുള്ള ഈ ഭാഗവും എന്താ സെയിം അല്ലേ? പറ്റൂല. ഇതിന്റെ മുകളിൽ നിങ്ങൾ നോക്കൂ, ഒരു OH ഉണ്ട്, പിന്നെ ഈ ഭാഗം എന്താ സെയിം ആണ്? പറ്റൂല. 4 ഡിഫറെന്റ്, മാത്രമല്ല അതിന്റെ മുകളിൽ 4 ഇല്ലാണ്, 3 ഉള്ളൂ. 4 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള കാർബൺ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൈറാൽ കാർബൺ ആണ്. കൈറാൽ കാർബൺ ഉണ്ട് എന്ന് വിചാരിച്ച് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവില്ല. നമ്മൾ പറഞ്ഞ സിമെട്രിയും കൂടി നോക്കണം. അതായത് മിറർ ഇമേജ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ അത് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ സിമെട്രി നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ കൈറാൽ കാർബൺ എന്ന് പറഞ്ഞാൽ 4 ഗ്രൂപ്പും ഡിഫറെന്റ്. അപ്പൊ പാരാസിറ്റമോളിൽ ഇങ്ങനെ ഒരു കൈറാൽ സെന്ററോ അല്ലെങ്കിൽ അസിമെട്രിക് സെന്ററോ ഇല്ലാത്തത് കൊണ്ട് പാരാസിറ്റമോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. മക്കളെ ഓർത്ത് വെക്കുക, പാരാസിറ്റമോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പ്ലെയിൻ ഓഫ് സിമെട്രി എന്നൊക്കെ. നോക്കൂ, ഈ മോളിക്യൂൾ നിങ്ങൾ നോക്കൂ, ഇതൊരു മോളിക്യൂൾ ആണ്, അല്ലെ? ഈ മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലെ? നിങ്ങൾ നോക്കുക, ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, അതിന്റെ മുകളിൽ എന്താ ഉള്ളത്? ഒരു Cl ഉണ്ട്, ഒരു H ഉണ്ട്, 2 പിന്നെ ഒരു CH2 ഉണ്ട്, 3 പിന്നെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഇപ്പുറത്ത് ഒരു CHCl ഉണ്ട്, 4 ഡിഫറെന്റ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെയാണ്, കൈറാൽ കാർബൺ ഉണ്ട്, 4 ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആയ കാർബൺ ഉണ്ട്. ഇനി വാട്ട് അബൌട്ട് ദിസ് കാർബൺ? ഈ കാർബൺ നിങ്ങൾ നോക്ക്, ഈ കാർബണിന്റെ മുകളിൽ എന്താ ഉള്ളത്? നിങ്ങൾ നോക്ക്, ഒരു Cl ഉണ്ട്, ഒരു H ഉണ്ട്, ഒരു CH2 ഉണ്ട്, വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ഉള്ള എന്താ? CHCl ആണ്, അതും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതും കൈറാല. ഈ 2 കാർബണും കൈറാലാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൈറാൽ കാർബൺ ഉണ്ട്. പക്ഷെ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ മിറർ ഇമേജ് നോക്കണം. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സിമെട്രി നോക്കിയാൽ മതി. നോക്കൂ, ഇതിന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു പ്ലെയിനിൽ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് അല്ലേ കിട്ടുക? ഈ കഷ്ണത്തിന്റെ മുകളിൽ ക്ലോറിൻ, താഴെ H, ഈ കഷ്ണത്തിന്റെ മുകളിലും താഴെ H, മുകളിൽ ക്ലോറിൻ, അല്ലെ? അപ്പൊ ഈക്വൽ ഹാഫാ കിട്ടുന്നത്. അതുകൊണ്ട് ഇതിന് എന്തുണ്ട്? പ്ലെയിനോ സിമെട്രി ഉണ്ട്. സോ പ്ലെയിനോ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല, അല്ലെ? നമ്മൾ പറഞ്ഞു എന്താണ്? സിമെട്രി പാടില്ല, കൈറാൽ സെന്റർ വേണം, അല്ലെങ്കിൽ അസിമെട്രിക് സെന്റർ വേണം. കൈറാൽ സെന്റർ ഉണ്ട്, പക്ഷെ എന്തുണ്ട്? പ്ലെയിനോ സിമെട്രി ഉള്ളത് കൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. കൈറാൽ സെന്ററും വേണം, സിമെട്രി ഇല്ലെങ്കിലാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുക, അല്ലെ? അങ്ങനെ ഇതിന് കൈറാൽ കാർബൺ ഉണ്ടായിട്ടും പ്ലെയിനോ സിമെട്രി കാരണം ഇതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് മീസോ കോമ്പൗണ്ട്. അതുകൊണ്ട് ഇതൊരു മീസോ കോമ്പൗണ്ട് ആണ്. ഇനി വാട്ട് അബൌട്ട് ദിസ് വൺ? ഇവിടേക്ക് നിങ്ങൾ വാ മക്കളെ, വരൂ. ഇവിടേക്ക് വരൂ. ഇവിടെ ഈ കാർബൺ എന്താ? കൈറാലാണ്. ഈ കാർബണും കൈറാലാണ്. 4 ഗ്രൂപ്പ് എന്താ? ഡിഫറെന്റ് ആണ്, അല്ലെ? കൈറാൽ കാർബൺ ആണ്. ഇനി നിങ്ങൾ നോക്കൂ, എന്താ അടുത്ത പോയിന്റ്? ഇവിടെ പ്ലെയിനോ സിമെട്രി ഉണ്ടോ? ഇല്ല മക്കളെ, ഇവിടെ പ്ലെയിനോ സിമെട്രി ഇല്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കൂ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഈ ഭാഗത്ത് മുകളിൽ H താഴെ Cl ആണ്, ഈ ഭാഗത്ത് മുകളിൽ Cl താഴെ H ആണ്. സോ ഇതിനെന്തില്ല? പ്ലെയിനോ സിമെട്രി ഇല്ല. കൈറാൽ കാർബൺ ഉണ്ട്, പ്ലെയിനോ സിമെട്രി ഇല്ല. കൈറാൽ കാർബൺ ഉണ്ട്. അതുകൊണ്ട് കണ്ടീഷൻ 2 ഓക്കെ അല്ലേ? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. ഇത് ഒരു കോമ്പൗണ്ട് വലത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ അതിന്റെ മിറർ ഇമേജ് എങ്ങോട്ടാ ലൈറ്റിനെ തിരിക്കുക? ഇടത്തോട്ടാണ് ലൈറ്റിന്റെ പ്ലെയിനെ തിരിക്കുക. സോ ദിസ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇനി വാട്ട് അബൌട്ട് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിലേക്ക് വരൂ മക്കളെ, വരൂ. ഈ കോമ്പൗണ്ടിലേക്ക് നിങ്ങളൊന്ന് വരൂ. ഈ കോമ്പൗണ്ട് നോക്കൂ നിങ്ങൾ. ഇതെന്താണ്? കാർബൺ എന്താ?
ഈ കാർബൺ എന്താ? യെസ്, കൈറാൽ കാർബൺ ആണ്. 4 ഗ്രൂപ്പ് എന്താ? ഡിഫറെന്റ് അല്ലേ? ഈ കാർബണും കൈറാലാണ്. 4 ഗ്രൂപ്പ് എന്താ? ഡിഫറെന്റ് ആണ് അല്ലേ? ശരിയല്ലേ? Cl H പിന്നെ ഒരു CH2 ഇവിടെ CH2CHCl ആണ് അല്ലെ? അപ്പൊ 4ഉം ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. 4 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. 4 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്ക്, ഇവിടെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്താൽ ഈ കഷ്ണത്തിന് മുകളിൽ Cl താഴെ H, ഈ കഷ്ണത്തിന് മുകളിൽ Cl താഴെ H എന്തുണ്ട്? ഒരു പ്ലെയിനോ സിമെട്രി ഉണ്ട്. സോ പ്ലെയിനോ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല അല്ലെ? കൈറാൽ കാർബൺ ഉണ്ടായിട്ടും പ്ലെയിനോ സിമെട്രി കാരണം ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ലാത്തത് കൊണ്ട് ഈ കോമ്പൗണ്ട് നമ്മൾ എന്ത് വിളിക്കും? മീസോ കോമ്പൗണ്ട് എന്ന് വിളിക്കും. മീസോ കോമ്പൗണ്ട് വിളിക്കും. ഇത് വലത്തോട്ടാണ് തിരിക്കുന്നെങ്കിൽ ഇതിന്റെ മിറർ ഇമേജ് എങ്ങോട്ട് തിരിക്കും? ലൈറ്റിനെ ഇടത്തോട്ട് തിരിക്കും. അതിന്റെ പ്രോപ്പർട്ടീസിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. സോറി, ഇത് മീസോ ആണ്. ഇതിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല കേട്ടോ. ഇത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഇനി ഈ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് കൈറാലല്ലേ? ആണ്. ഇത് കൈറാലാണ് അല്ലെ? HCl CH2CH2 CH2CHCl ഇവിടെ അങ്ങനെ തന്നെ രണ്ടും കൈറാലാണ്. ഇനി പ്ലെയിനോ സിമെട്രി ഉണ്ടോ? ഇല്ല. ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്ക്. കട്ട് ചെയ്താൽ എന്താണ്ട്? അതിൽ മുകളിൽ Cl, ഇവിടെ താഴെയാണ് Cl. സോ പ്ലെയിനോ സിമെട്രി ഇല്ല. അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. ഇത് വലത്തോട്ടാണ് തിരിക്കുന്നെങ്കിൽ മിറർ ഇമേജ് ഇടത്തോട്ട് തിരിക്കും. ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇത് എങ്ങോട്ടും തിരിക്കൂല. കാരണം എന്താ? ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. പ്ലെയിനോ സിമെട്രി ഉണ്ട്. ഇപ്പൊ പ്ലെയിനോ സിമെട്രി എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇവിടേക്ക് നോക്കൂ. ഈ കാർബൺ നോക്കൂ. എവിടെങ്കിലും ഒന്ന് മതി കേട്ടോ. ആ മോളിക്യൂളിൽ എവിടെങ്കിലും ഒരു കാർബൺ മതി. ഓക്കെ, ഈ കാർബണിന്റെ മുകളിൽ ഒരു CH3 ഉണ്ട്, ഒരു Cl ഉണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് പറഞ്ഞ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ലേ? ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. യെസ്, ഇവിടെ ഒരു H ഉണ്ട്. 4 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയില്ലേ? സിമെട്രി ഉണ്ടോ? എങ്ങനെയെങ്കിലും ഈക്വൽ ആക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് ദിസ് കോമ്പൗണ്ട്? ഈ കാർബൺ നോക്കൂ നിങ്ങൾ. ഇതിന്റെ മുകളിൽ ഒരു Br ഉണ്ട്, പിന്നെ ഒരു H ഉണ്ട്, പിന്നെ ഒരു CH2 ഇവിടെ CH ഡബിൾ ബോണ്ട് CH, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. സോ ദിസ് ഈസ് എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇത് കൈറാൽ കാർബൺ ആണ്. അതേ സമയത്ത് ഈ മോളിക്യൂൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, എങ്ങനെ? ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല. കാരണം എന്താ? ഇതിന്റെ മുകളിൽ ഒരു H ഉണ്ട്, ഒരു H ഉണ്ട് അല്ലെ? ഒരു H ഉണ്ട്, ശരിയല്ലേ? H ഉണ്ട്. പിന്നെയുള്ള എന്താ? ഒരു Br ഉണ്ട്, ഒരു H, ഒരു Br, രണ്ടെണ്ണം ഡിഫറെന്റ് ആയി. ഈ രണ്ട് ഭാഗം എന്താ? സെയിം അല്ലേ? സോ ദിസ് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇതിന് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ക്ലിയർ ആണല്ലോ? ഇനി ദിസ് മോളിക്യൂൾ, ഈ മോളിക്യൂളിലേക്ക് വാ. ഈ കാർബൺ നോക്കൂ നിങ്ങൾ. ഇതിന്റെ മുകളിൽ ഒരു OH ഉണ്ട്, ഒരു COH ഉണ്ട്, ഒരു H ഉണ്ട്. യെസ്, ഒരു കൈറാൽ കാർബൺ ഉണ്ട്. ഇത് കൈറാലാണ് അല്ലെ? ഇത് ഡിഫറെന്റ് അല്ലേ? ഇത് വേറെ അല്ലേ? ഇനി ഇതിന്റെ മുകളിൽ നോക്ക്, ഒരു OH ഉണ്ട്, ഒരു H ഉണ്ട്, ഒരു OH ഉണ്ട്, ഒരു COH ഉണ്ട്, പിന്നെ ഇങ്ങനെ സാധനം ഉണ്ട്. ഇതും കൈറാല. പക്ഷേ ഇതിനെന്തുണ്ട്? ഒരു പ്ലെയിനോ സിമെട്രി ഉണ്ട്. സോ കൈറാൽ കാർബൺ ഉണ്ടായിട്ടും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് മീസോ എന്നാണ്. ഇതിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല. പ്ലെയിനോ സിമെട്രി ഉണ്ട്. കൈറാൽ അല്ലെ? പ്ലെയിനോ സിമെട്രി ഉണ്ട്. ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. അതായത് ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ടാവേണ്ടിയിരുന്നു. പക്ഷെ പ്ലെയിനോ സിമെട്രി കാരണം അതിന്റെ എന്ത് പോയി? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പോയി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഈ മോളിക്യൂൾ നോക്കൂ. ഇതിന്റെ തന്നെ മറ്റൊരു ഐസോമർ ആണത്. ഈ മോളിക്യൂളിന്റെ മറ്റൊരു ഐസോമർ ആണത് അല്ലെ? സ്പേഷ്യൽ അറേഞ്ച്മെന്റ് വ്യത്യാസം. ഇവിടെ 2 OH ഒരു സൈഡിലേക്കാ, ഇവിടെ OHകൾ എന്താ? ഓപ്പോസിറ്റ് സൈഡിലേക്കാ. അപ്പൊ ഇതിന്റെ തന്നെ മറ്റൊരു എന്താണ്? സ്റ്റീരിയോ ഐസോമർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേ നോക്കാം. ഈ കാർബൺ നോക്കൂ. ഒരു H ഉണ്ട്, ഒരു OH ഉണ്ട്, ഒരു COH ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. 4ഉം ഡിഫറെന്റ് ആണ്. കൈറാൽ കാർബൺ ഉണ്ട്. യെസ്, ഇവിടെ എന്താണ്? യെസ്, എന്താണ്? ഒരു H ഉണ്ട്, ഒരു COH ഉണ്ട്, ഒരു OH ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതും കൈറാലാണ്. ഇനി ഇവിടെ പ്ലെയിനോ സിമെട്രി ഉണ്ടോ? ഇവിടെ പ്ലെയിനോ സിമെട്രി ഉണ്ടോ? ഇല്ല. ഈ കഷ്ണത്തിൽ ഇവിടെ H ഉം ഈ കഷ്ണത്തിൽ ഇവിടെ OH ആണ്. പ്ലെയിനോ സിമെട്രി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് കൈറാൽ കാർബൺ ഉണ്ട്, പ്ലെയിനോ സിമെട്രി ഇല്ല. അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. ഈ കോമ്പൗണ്ട് ലൈറ്റിനെ വലത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ ഇതിനെ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാൽ ഉണ്ടാവുന്ന ഇമേജ് എങ്ങനെ ഉണ്ടാവുക? COOH, പിന്നെ COOH, പിന്നെ ഈ എന്താ? ഒന്നാമത്തെ കാർബൺ H വലത്തോട്ടല്ലേ? അത് എങ്ങോട്ട് നിൽക്കും? ഇടത്തോട്ട് നിൽക്കും. OH ഇവിടെ നിൽക്കും. ഇവിടെ OH വലത്തോട്ടല്ലേ? അതെന്ത് ചെയ്യും? ഇടത്തോട്ട് നിൽക്കും. ഇത് ഇങ്ങോട്ട് നിൽക്കൂലേ? യെസ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇത് ലൈറ്റിനെ വലത്തോട്ടാണെങ്കിൽ നമുക്കറിയില്ല. ആണെങ്കിൽ ഇത് ലൈറ്റിന് എങ്ങോട്ടായിരിക്കും? ഇടത്തോട്ടായിരിക്കും. ഇത് ഇടത്തോട്ടാണെങ്കിൽ ഇത് വലത്തോട്ടായിരിക്കും. ഇതിന് രണ്ടിന്റെയും പ്രോപ്പർട്ടീസിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ സെയിം ആണ്. പക്ഷെ ഇതിന്റെ കെമിക്കൽ റിയാക്ഷനിൽ എന്തുണ്ടാവും? ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് സപ്പോസ് മരുന്നാണെങ്കിൽ ഇത് എന്താണ്? മരുന്നാവില്ല. ഓക്കെ, ചിലപ്പോൾ ഹാംഫുൾ വരെ ആവാം. ക്ലിയർ ആണല്ലോ? ഇനി ഒരേ കോമ്പൗണ്ട് എന്താണ്? പരസ്പരം മിറർ ഇമേജ് ആയ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ, എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേഷനുള്ള ഐസോമറുകളെ പറയുന്ന പേരാണ് എനൻഷ്യോമേഴ്സ്. അപ്പൊ ഇവര് തമ്മിൽ എന്താണ്? എനൻഷ്യോമേഴ്സ് ആണ്.
അപ്പൊ എനൻഷ്യോമേഴ്സ് ആയിരിക്കണം. എനൻഷ്യോമേഴ്സ്. അപ്പൊ എന്താണ് എനൻഷ്യോമേഴ്സ്? എനൻഷ്യോമേഴ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണ്. ബട്ട് ദീസ് ടു കോമ്പൗണ്ട്സ് ആർ മിറർ ഇമേജസ് ടു ഈച്ച് അതർ. പരസ്പരം മിറർ ഇമേജും ആണ്. ഒപ്റ്റിക്കലി ആക്റ്റീവും ഐസോമറും ആയിട്ട് കാര്യമില്ല, പരസ്പരം എന്തും കൂടി ആവണം, മിറർ ഇമേജും കൂടി ആവണം. അപ്പൊ ദീസ് ടു കോമ്പൗണ്ട്സ് ആർ എന്താണ്? എനൻഷ്യോമേഴ്സ് ആണ്. അപ്പൊ എനൻഷ്യോമർ എന്താ എന്ന് ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ വീണ്ടും എനൻഷ്യോമറിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ചില മോളിക്യൂൾ. ഇപ്പൊ നോക്കൂ, ഈ മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യെസ് ആണ്. കാരണം എന്താ? എവിടെയെങ്കിലും ഒന്ന് മതി. ഈ കാർബൺ നിങ്ങൾ നോക്കൂ, ഈ കാർബൺ അതിന്റെ മുകളിൽ എന്താ ഉള്ളത്? ഒരു OH ഉണ്ട്, പിന്നെ ഒരു H ഉണ്ട്, ഒരു CH3 ഉണ്ട്, ഒരു ഇങ്ങനെ സംഭവം ഉണ്ട്. സോ ദിസ് ഇസ് എന്താണ്? കൈറാലാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആയ കാർബൺ ഉണ്ടായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ അസിമെട്രിക് 4 ഗ്രൂപ്പും ഡിഫറെന്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതായത് അസിമെട്രിക് സെന്റർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു അസിമെട്രിക് കാർബൺ ഉണ്ടായിരിക്കണം. അസിമെട്രിക് കാർബൺ എങ്കിൽ കൈറാൽ കാർബൺ എന്ന് പറഞ്ഞാൽ 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആയ കാർബൺ ആണ്. അത് തന്നെ വേണമെന്നില്ല. അത് ഞാൻ പിന്നീട് അലീൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കണ്ടീഷൻ മിറർ ഇമേജ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം എന്നാണ്. അത് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? സിമെട്രി ഉണ്ടോ നോക്കിയാൽ മതി. അതിൽ പ്ലെയിനോ സിമെട്രി നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു സിമെട്രിയാണ് പറയാൻ പോകുന്നത്. അത് ഏത് സിമെട്രിയാ? യെസ്, ദാറ്റ് ഈസ് സെൻട്രോ സിമെട്രി. എന്താണ് സെൻട്രോ സിമെട്രി? ഡൈമിഥൈൽ ഡൈകീറ്റോ പൈപ്പരാസിൻ എന്ന കോമ്പൗണ്ടിന് 2 സ്ട്രക്ചർ സ്റ്റീരിയോ ഐസോമറാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അല്ലെ? നോക്കൂ, ഈ കോമ്പൗണ്ടിന് നിങ്ങൾ സെൻട്രോ സിമെട്രി എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂളിന്റെ സെന്ററിലൂടെ ഒരു ലൈന് സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്താൽ ഇക്യൂ ഡിസ്റ്റൻസിൽ എങ്ങനെ പാസ് ചെയ്താലും സിമിലർ അപ്പിയറൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് സെൻട്രോ സിമെട്രി ഉണ്ട്. ഇക്യൂ ഡിസ്റ്റൻസിൽ സിമിലർ അപ്പിയറൻസ് വരണം. ദേ നോക്കൂ, ഈ കോമ്പൗണ്ടിൽ നിങ്ങൾ ഇതിന്റെ സെന്ററിലൂടെ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെന്ററിന് ഇക്യൂ ഡിസ്റ്റൻസിൽ HL കാണുന്നത്. ഇങ്ങനെ പാസ് ചെയ്താൽ ഈ സെന്ററിന് ഇക്യൂ ഡിസ്റ്റൻസിൽ CH3 കാണുന്നത്. ഇങ്ങനെ പാസ് ചെയ്താൽ ഈ സെന്ററിന് ഇക്യൂ ഡിസ്റ്റൻസിൽ എന്താണ്? OL കാണുന്നത്. ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിൽ ഇക്യൂ ഡിസ്റ്റൻസിൽ എന്താ കാണുന്നത്? NHL കാണുന്നത് അല്ലെ? എങ്ങനെ പാസ് ചെയ്താലും ഈ സെന്ററിന് ഇക്യൂ ഡിസ്റ്റൻസിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസ് ചെയ്യേണ്ടത് കേട്ടോ. എന്താ കാണേണ്ടത്? സെയിം അപ്പിയറൻസ് കാണണം. എന്നാൽ ഈ മോളിക്യൂളിൽ നിങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പാസ് കഴിഞ്ഞാൽ ഇവിടുന്ന് സെന്ററിൽ ഇക്യൂ ഡിസ്റ്റൻസിൽ സിമിലർ അപ്പിയറൻസ് കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണുന്നില്ല? സിമിലർ അപ്പിയറൻസ് ഉണ്ടോ? ഏത് ഡയറക്ഷനിൽ പാസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് വേണം? സിമിലർ അപ്പിയറൻസ് വേണം. ഇങ്ങനെ നമുക്ക് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഉണ്ട്. പക്ഷെ അതുപോലെ എല്ലാ ഡയറക്ഷനിലും വേണം. ഇവിടെ NH ഉണ്ട്, O ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ? CH3 ആണ്. ഇനി ഇവിടെ വരുന്ന നോക്ക്, ഇവിടെ പാസ് ചെയ്ത് എന്താ വരിക? ഇവിടെ പാസ് ചെയ്താൽ CH3 H അല്ലേ വരുന്നത് കേട്ടോ. സെയിം ആണോ? അല്ല. അതുകൊണ്ട് ഇതിന് എന്തില്ല? സെൻട്രോ സിമെട്രി ഇല്ല. ഇനി കൈറാൽ കാർബൺ ഉണ്ടോ? ഈ കാർബൺ നോക്കൂ, 4 ഗ്രൂപ്പും ഡിഫറെന്റ് അല്ലേ? CH3 H NH O അല്ലേ? അതുകൊണ്ട് എന്തുണ്ട്? കൈറാൽ സെന്റർ ഉണ്ട്, പക്ഷെ സെൻട്രോ സിമെട്രി ഇല്ല. അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമർസ് ഉണ്ട്. കൈറാൽ കാർബൺ വേണം, ഉണ്ട്. ഒരു സിമെട്രിയും പാടില്ല. യെസ്, സിമെട്രി ഇല്ല, പ്ലെയിനോ സിമെട്രി ഇല്ല. ഇങ്ങനെ ഏതെങ്കിലും പ്ലെയിൻ കട്ട് ചെയ്താൽ ഈക്വൽ ആകും. അങ്ങനെ കട്ട് ചെയ്താൽ കിട്ടോ. പ്ലെയിനോ സിമെട്രി ഇല്ല, സെൻട്രോ സിമെട്രി ഇല്ല. ഇനി അപ്പൊ സിമെട്രി ഇല്ല, അതുകൊണ്ട് എന്തുണ്ട്? ഒപ്റ്റിക്കൽ ഐസോമർസ് ഉണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ മോളിക്യൂളിൽ ഈ കാർബൺ കൈറാൽ ഉണ്ട്. NH H അല്ലെ? 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. കൈറാൽ കാർബൺ ആണ്. ഇതും എന്താണ്? കൈറാൽ കാർബൺ ആണ്. 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആയ കാർബൺ ഉണ്ട്. പക്ഷെ എന്തുണ്ട്? യെസ്, സെൻട്രോ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് സിമെട്രി ഏതെങ്കിലും ഒന്ന് വന്നാൽ ഒപ്റ്റിക്കൽ ഐസോമർസം ഇല്ല. ഇത് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുന്നില്ല. ഇപ്പൊ സെൻട്രോ സിമെട്രി എന്താന്ന് ക്ലിയർ ആയോ? സെൻട്രോ സിമെട്രി ആ മോളിക്യൂളിന്റെ സെന്ററിലൂടെ ലൈന് എങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്യൂ ഡിസ്റ്റൻസിൽ എന്ത് വരിക? സിമിലർ അപ്പിയറൻസ് വരുന്നുണ്ടെങ്കിൽ എന്തുണ്ട്? സെൻട്രോ സിമെട്രി ഉണ്ട് എന്നാണ്. ഈ മോളിക്യൂൾ നിങ്ങൾ നോക്കൂ, ഈ മോളിക്യൂളിൽ ഈ കാർബൺ നോക്കൂ, ആ കാർബൺ എന്തല്ല? H ഉണ്ട്, ഒരു COH ഉണ്ട്. ഇനി ഈ ഭാഗം എന്താ? CH3H. ഈ ഭാഗം CH3 അല്ലെ? രണ്ടും സെയിം അല്ലേ? പക്ഷെ ഇവിടെ മുകളിലേക്കാണ്, ഇവിടെ താഴേക്കാണ് അല്ലെ? ഇനി ഡിഫറെന്റ് ആണെന്ന് കൂട്ടിയാൽ തന്നെ ഇത് കൈറാൽ കാർബൺ ആണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ എന്ത് വരും? സെൻട്രോ സിമെട്രി വരും. ഉണ്ടോ? ഈ മോളിക്യൂളിന്റെ സെന്ററിലൂടെ ലൈൻ പാസ് ചെയ്താൽ ഈ സെന്ററിന് ഇക്യൂ ഡിസ്റ്റൻസിൽ H വന്നില്ലേ? ഈ സെന്ററിലൂടെ ലൈൻ പാസ് ചെയ്താൽ ഇക്യൂ ഡിസ്റ്റൻസിൽ CH വന്നില്ലേ? ഈ സെന്ററിലൂടെ ലൈൻ പാസ് ചെയ്താൽ ഇക്യൂ ഡിസ്റ്റൻസിൽ COH വന്നില്ലേ? ഈ സെന്ററിലൂടെ ലൈൻ പാസ് ചെയ്താൽ ഇക്യൂ ഡിസ്റ്റൻസിൽ H വന്നില്ലേ? സോ ദിസ് മോളിക്യൂൾ എന്താണ്? സെൻട്രോ സിമെട്രി ഉണ്ട്. This is that center. Through this center, if you pass a straight line in any direction from that center, it meets similar appearance at equal distance. Equal distance ആ സെന്ററിന് അത് സിമിലർ അപ്പിയറൻസ് കാണിക്കുന്നത് കൊണ്ട് എന്തില്ല? ഈ മോളിക്യൂളിന് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ക്ലിയർ ആണല്ലോ? അതാണ് സെൻട്രോ സിമെട്രി. ഇനി ഇതിന് പുറമെ നമുക്ക് മറ്റൊരു സിമെട്രി കൂടി ഉണ്ട്. അതെന്താ? ആക്സോസിമെട്രി. ആക്സോസിമെട്രി ഉണ്ടെങ്കിലും എന്തുണ്ടാവില്ല? ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിലും എന്തുണ്ടാവില്ല?
നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമർസ് ഉണ്ടാവില്ല. എന്താണ് ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഒരു ക്യൂബ് ഞാൻ വരയ്ക്കുകയാണ്. ആ ക്യൂബിന് നിങ്ങൾ നോക്കൂ, ആ ക്യൂബിന് എത്ര ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്? നിങ്ങൾക്ക് പറയാൻ പറ്റും എത്ര ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്? ആ ക്യൂബിന് എത്ര ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്? കുറെ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. എന്താണ് ആക്സിസ് ഓഫ് സിമെട്രി എന്ന് മാത്രം ഞാൻ പറയാം. 4 ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി നോക്കൂ. ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബ് ഇതിന് എന്തുണ്ട്? ആക്സിസ് ഓഫ് സിമെട്രി എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. റിയാലിറ്റിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിന് ഈ ഒരു ആക്സിസ്, ഈ ഒരു ആക്സിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിലൂടെ കടന്നു വരുന്നുണ്ട്, ഇവിടെ എത്തി, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ആക്സിസ്. ആ ആക്സിസിലൂടെ ഞാൻ 360 ഡിഗ്രി തിരിക്കുമ്പോൾ ഓരോ 90 ഡിഗ്രി എനിക്ക് സിമിലർ അപ്പിയറൻസ് കിട്ടൂലേ? അതായത് ഇപ്പൊ ഞാൻ കാണുന്ന ഈ ഒരു ഭാഗമല്ലേ, ഈ ഭാഗം, ഇതേ ഭാഗം തന്നെയല്ലേ ഒരു 90 ഡിഗ്രി എന്താണ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം വരിക അല്ലേ? അല്ലേ? അതേ ഭാഗമാണ്, അതേപോലത്തെ അപ്പിയറൻസ് ആണ് വരിക. ഇനി ഒരു 90 ഡിഗ്രി തിരിഞ്ഞാലോ, ഒരു 90 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഭാഗം കിട്ടും. അതെന്താ? ഇതുപോലത്തെ ഈ ഫ്രണ്ട് പോലെ തന്നെ അല്ലേ? അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ഒരു 90 ഡിഗ്രി കഴിഞ്ഞാൽ എനിക്ക് എന്താണ്? വേറെ ഭാഗം കിട്ടും. അത് ഇതുപോലെ എല്ലാ ഭാഗവും എന്താണ്? സെയിം ആണ്. അപ്പൊ ഈ ഒരു ആക്സിസിൽ 360 ഡിഗ്രി തിരിയുമ്പോൾ എനിക്ക് 4 തവണ സിമിലർ അപ്പിയറൻസ് വരും. അതായത് ഇതിനെങ്ങനെ തിരിക്കുമ്പോൾ 360 ഡിഗ്രി തിരിയുമ്പോൾ 4 തവണ സിമിലർ അപ്പിയറൻസ് വരും. അങ്ങനെ ഒരു ആക്സിസ് ഉണ്ട്, ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട്, ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ആക്സിസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഇവിടെ എന്തുണ്ട്? ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. അപ്പൊ എന്താണ് ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ? എന്താ? അതിന്റെ ഏതെങ്കിലും ഒരു ആക്സിലൂടെ ആ മോളിക്യൂളിനെ 360 ഡിഗ്രി തിരിയുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ സിമിലർ അപ്പിയറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയും. എന്താണ്? ആക്സിസ് ഓഫ് സിമെട്രി പറയും. അപ്പൊ അങ്ങനെ ഒരു സിമെട്രി ഉണ്ടെങ്കിലും എന്താണ്? മോളിക്യൂൾ എന്തല്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല എന്നതാണ്. ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിലും മോളിക്യൂൾ എന്തല്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. അപ്പോ എന്താണ് സിമെട്രി എലമെന്റ് എന്ന് ക്ലിയർ ആയല്ലോ? സിമെട്രി എലമെന്റ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഒന്നുകൂടി ഉണ്ട്. നമുക്ക് എന്താണ് ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി? എന്താണ് ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ? നോക്കൂ നിങ്ങൾ, ഈ മോളിക്യൂളിനെ ഞാൻ ഈ ഒരു ആക്സിസ് വെച്ച് തിരിക്കുകയാണ്. ഞാൻ നമ്പർ ഇട്ടത് തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ മനസ്സിലാൻ വേണ്ടിയാ. ഈ ഒരു ആക്സിസ് വെച്ച് ഞാൻ തിരിക്കുകയാണ്. ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കുകയാണ്. അങ്ങനെ തിരിക്കുമ്പോൾ 90 ഡിഗ്രി തിരിച്ചാൽ 90 ഡിഗ്രി തിരിക്കുന്നത്. ഈ 1 ഇവിടത്തും, 2 ഇവിടത്തും, 3 ഇവിടത്തും, 4 ഇവിടത്തും. ശരിയല്ലേ? ഇങ്ങനെ കിട്ടി. അതായത് ഈ ഒരു ആക്സിൽ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? 90 ഡിഗ്രി തിരിക്കുമ്പോൾ നമ്പർ 1 ചേഞ്ച് ചെയ്യും. ഇത് കിട്ടിയില്ലേ? കിട്ടി. ഇനി മക്കൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പ്ലെയിനില്ലേ, അതായത് ഈ ഒരു പ്ലെയിന്, അതായത് ഈ സ്ക്വയർ കാണുന്ന ഒരു പ്ലെയിനില്ലേ, ആ പ്ലെയിനിൽ ഒരു കണ്ണാടി വെച്ചാൽ എന്താ ഉണ്ടാവുക? ഇമേജ്, ഈ CA3 ഇമേജ് മുകളിൽ കാണും, ഈ H ഇമേജ് ഇവിടെ കാണും, താഴെ കാണൂലേ? ഈ CA3 മുകളിൽ കാണും, ഈ H താഴെ കാണും എന്ന് പറഞ്ഞാൽ ഈ CA3 മുകളിൽ കാണാൻ എന്താണ്? ഇവിടെ CA3 മുകളിലെത്തി, ഈ H ഇമേജ് എന്ത് ചെയ്യും? അതായത് ഈ പ്ലെയിനിൽ 90 ഡിഗ്രി തിരിച്ചിട്ട്, അല്ലെങ്കിൽ 180 ഡിഗ്രി തിരിച്ചിട്ട്, എത്ര ഡിഗ്രി ഞാൻ കുഴപ്പമില്ല, ഞാൻ 90 ഡിഗ്രിയാണ് പറയുന്നത്. 90 ഡിഗ്രി തിരിച്ചിട്ട് പിന്നീട് റിഫ്ലക്ട് ചെയ്താൽ, അതായത് ഇവിടെ ഒരു കണ്ണാടി വെച്ചാൽ ഈ കണ്ണാടിന്റെ താഴെയുള്ള ഇമേജ് മുകളിൽ കാണും, മുകളിലുള്ള എന്താണ്? താഴെ കാണും എന്ന് പറഞ്ഞാൽ CA3 മുകളിലെത്തും, H താഴെത്തും. ഇവിടെ H മുകളിലെത്തും, CA3 താഴെത്തും. ഉണ്ടോ? ഇവിടെ എന്താണ്? CA3 മുകളിലെത്തും, H താഴെത്തും. ഇവിടെ എന്താണ്? H മുകളിലെത്തും, CA3 താഴെത്തും എന്ന് പറഞ്ഞാൽ ഇതേ മോളിക്യൂൾ കിട്ടൂലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. അപ്പൊ എന്താണ് ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ? റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സിസ് അറ്റ് ആൻ ആംഗിൾ. ഒരു ആംഗിൾ എന്ത് ചെയ്യുക? തിരിക്കുക. ദെൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ. പിന്നെ റിഫ്ലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ മോളിക്യൂളിന്റെ സിമിലർ അപ്പിയറൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. ഈ സിമെട്രി ഉണ്ടെങ്കിലും അവിടെ നമുക്ക് എന്ത് കാണിക്കില്ല? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. അപ്പൊ എന്താണ് ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി? റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സിസ് അറ്റ് ആൻ ആംഗിൾ, ദെൻ റിഫ്ലക്ഷൻ gives the similar appearance. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ എന്താണ് അവിടെ? ആൾട്ടർനേറ്റ് എങ്കിൽ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. അതുണ്ടെങ്കിലും നമുക്ക് എന്തില്ല? ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല മക്കളെ, ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാണ്? എന്താ? കൈറാൽ സെന്റർ അല്ലെങ്കിൽ കൈറാൽ കാർബൺ ഉണ്ടായിരിക്കണം. പിന്നെ മിറർ ഇമേജ് നോൺ സൂപ്പർഇമ്പോസിബിൾ ആയിരിക്കണം. മിറർ ഇമേജ് നോക്കാൻ പോകണ്ട, എന്ത് നോക്കിയാൽ മതി? POS ഉണ്ടോ, COS ഉണ്ടോ, പിന്നെ AAS ഉണ്ടോ, ആൾട്ടർനേറ്റ് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടോ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടോ? ഈ ഒരു സിമെട്രിയും പാടില്ല. ഇത്രയും കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ കോമ്പൗണ്ട് എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്നതാണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, ഈ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. നമുക്ക് ഈ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതേ നോക്കും, ഈ കോമ്പൗണ്ടിൽ ഇത് കൈറാലല്ലേ? OH ഉണ്ട്, Cl ഉണ്ട്, CA3 ഉണ്ട്, H ഉണ്ട്. യെസ്, കൈറാലാണ്. ഇനി ഈ കോമ്പൗണ്ട് കൈറലാണ്. സിമെട്രി ഉണ്ടോ? ഇല്ല.
ഇല്ല. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോമ്പൗണ്ട് മിറർ ഇമേജ് അല്ലേ ഇത്? ആണ്. അപ്പൊ സപ്പോസ് നമുക്കറിയില്ല, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് വലത്തോട്ടാണ് ലൈറ്റിനെ തിരിക്കുന്നതെങ്കിൽ എല്ലാ കണ്ടീഷൻസ് ഓക്കെയാണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സപ്പോസ് ഇത് വലത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ ഇത് എങ്ങോട്ടാ തിരിക്കുക? ഇടത്തോട്ടാണ് തിരിക്കുക. അപ്പൊ ഈ കോമ്പൗണ്ട് രണ്ടും പരസ്പരം മിറർ ഇമേജും ആണ്, പിന്നെ പരസ്പരം മിറർ ഇമേജും ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനൻഷ്യോമേഴ്സ്. എന്താണ്? എനൻഷ്യോമേഴ്സ്. അപ്പൊ എന്താണ് എനൻഷ്യോമേഴ്സ്? Enantiomers are optically active compound which are mirror images to each other. പരസ്പരം മിറർ ഇമേജസ് ആയിട്ടുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയാ? എനൻഷ്യോമേഴ്സ് എന്ന് പറയാം. എന്ത് പറയാ? എനൻഷ്യോമേഴ്സ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന് ഞാൻ എ എന്ന് കൊടുക്കുകയാണ്, ഇതിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ബി എന്ന് കൊടുക്കുകയാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഞാൻ എ എടുത്തിട്ട് അതിലൂടെ ഞാൻ ലൈറ്റ് പാസ് ചെയ്താൽ ആ ലൈറ്റ്, ഏത് ലൈറ്റ്? പ്ലെയിൻ പോളറൈസ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ പ്ലെയിൻ എങ്ങോട്ട് തിരിയുന്നു? വലത്തോട്ട് തിരിയുന്നു അല്ലെ? ഒരു ടെസ്റ്റ് ട്യൂബിലൂടെ ഞാൻ ബി എടുത്തു, എന്നിട്ട് ലൈറ്റ് പാസ് ചെയ്തു അല്ലെ? ഇതിന്റെ മിറർ ഇമേജ് ബി എടുത്തു, എന്നിട്ട് ലൈറ്റ് പാസ് ചെയ്താൽ ആ ലൈറ്റിന്റെ പ്ലെയിൻ എങ്ങോട്ട് തിരിയുന്നു? ഇടത്തോട്ട് തിരിയുന്നു. ഓക്കെ അല്ലേ? ശരിയല്ലേ? എന്നാൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഞാൻ എന്തെടുത്തു? എ പ്ലസ് ബി എടുത്തു. എ പ്ലസ് ബി എടുത്തു. ഏത് റേഷ്യോയില്? 1:1 റേഷ്യോയില് എ പ്ലസ് ബി എടുത്തു. എന്നിട്ട് ഞാൻ ലൈറ്റ് പാസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് പാസ് ചെയ്തു? ലൈറ്റ് പാസ് ചെയ്തു. ആ ലൈറ്റ് എങ്ങോട്ട് തിരിയും? എങ്ങോട്ടും തിരിയൂല, നേരെ വരും. കാരണം എന്താ? റൊട്ടേഷൻ ഓഫ് വൺ ഐസോമർ ഈസ് ക്യാൻസൽഡ് ബൈ അനദർ. റൊട്ടേഷൻ ഓഫ് one isomer is cancelled by another. This mixture, that is 1:1 mixture അല്ലെങ്കിൽ liquimolar mixture of enantiomers are called racemic mixture. എന്താണ്? racemic mixture. അപ്പൊ എന്താണ് racemic mixture? Equimolar solution of enantiomers are called racemic mixture. Racemic mixture is optically inactive, but the component is optically active. Racemic mixture എന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, പക്ഷെ അതിനകത്തുള്ള രണ്ട് കമ്പണന്റുകൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. പിന്നെ എന്തുകൊണ്ട് മിക്സ്ചർ ഇനാക്റ്റീവ് ആയെന്ന് വെച്ചാൽ റൊട്ടേഷൻ ഓഫ് വൺ ഐസോമർ ഈസ് ക്യാൻസൽഡ് ബൈ അനദർ. ഒരു ഐസോമറിന്റെ റൊട്ടേഷൻ മറ്റേ ഐസോമർ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ റെസിമിക് മിക്സ്ചർ എന്തായത്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയത്. ഇനി അങ്ങനെ വരുമ്പോ എന്താണ്? ഇനി നിങ്ങൾ നോക്കൂ, ഇത് നിങ്ങൾ നോക്കും, ഈ സാധനം കൈറാലാണോ? അല്ല. കാരണം എന്താണ്? 3 ഡിഫറെന്റ് ഗ്രൂപ്പേ ഉള്ളൂ. പക്ഷെ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഒരു ഹൈഡ്രജൻ അങ്ങ് ആഡ് ചെയ്യുന്നതോടുകൂടി ഇതെന്തായി മാറും? കൈറാലായി മാറൂലേ? അങ്ങനെ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനിൽ നമുക്ക് ഒരു മോളിക്യൂളിനെ എന്താണ് കൈറാലാക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കൈറാലായില്ലേ? OH, HCl2, CH3 4 ഡിഫറെന്റ് അല്ലേ? കൈറാലായില്ലേ? സിംഗിൾ സ്റ്റെപ്പിലൂടെ നമുക്കൊരു മോളിക്യൂളിനെ കൈറാലാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ദിസ് മോളിക്യൂൾ ഇസ് നോൺ ആസ് പ്രോ-കൈറാൽ അല്ലെങ്കിൽ പ്രോച്ചിറാൽ എന്നൊക്കെ വേണേൽ പറയാം. ഓക്കെ, സിംഗിൾ സ്റ്റെപ്പിലൂടെ, ഒരു അഡീഷൻ റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിലൂടെ നമുക്ക് അതിനെ എന്താക്കാൻ പറ്റും? കൈറാലാക്കി മാറ്റാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് പ്രോച്ചിറാൽ. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കാം. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയമുണ്ട്, ഇതിപ്പോ എന്താണ് 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആവണോ മിറർ ഇമേജ് ഈ എന്താണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആവാൻ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ മോളിക്യൂളിന്റെ മിറർ ഇമേജ് അല്ലത്. ഇവിടെ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന മിറർ ഇമേജ് ആണിത്. അതിന്റെ മിറർ ഇമേജ് എടുത്ത് ചേർത്ത് വെച്ചാൽ എന്താണ്? ചേർന്ന് നിൽക്കില്ലല്ലോ. അപ്പൊ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലേ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചേർന്ന് നിൽക്കും. നോക്കൂ, ഇതാണ് ആ മോളിക്യൂൾ എന്ന് വിചാരിക്കുക. ഇതാണ് ആ മോളിക്യൂൾ. ഇത് നോക്ക്, ഇതാണ് ഒരു മോളിക്യൂൾ. ഒരു റെഡ് ഉണ്ട്, പിന്നെ ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ ഒരു പിങ്ക് ഉണ്ട്, പിന്നെ 2 എന്താണ്? ഗ്രീൻ. ഇവിടെ 2 എന്താ? CH3 അല്ലേ? ഈ 2 CH3 ഗ്രീൻ ആണ്. അത് നിങ്ങൾ വിചാരിച്ചോ? ഇത് പരസ്പരം മിറർ ഇമേജാ. ഇത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ ചേർന്ന് നിൽക്കോ? ഇല്ല. എന്നാൽ എന്റെ കൈ, ഇത് ഒറിജിനൽ മോളിക്യൂൾ, ഇത് മിറർ ഇമേജുമായിട്ട് വിചാരിക്കുക. എന്റെ കയ്യിലുള്ള ഈ മിറർ ഇമേജിനെ ഞാൻ 180 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് എന്താണ്? 180 ഡിഗ്രി, പിന്നെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് വെച്ചാൽ എന്തായി? ചേർന്ന് നിന്നില്ലേ? പാടില്ല. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എന്ത് ചെയ്യില്ല? ചേർന്ന് നിൽക്കില്ല. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ മിറർ ഇമേജ് 180 ഡിഗ്രി തിരിച്ചാൽ എന്താ സംഭവിക്കുക? 180 ഡിഗ്രി തിരിക്കുമ്പോൾ ഇതിപ്പോ നിങ്ങൾ എടുത്തുള്ളതാണ്, ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കുന്നതാണല്ലേ? ഇത് നിങ്ങളെടുത്ത് അകന്ന് നിൽക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള, അത് ഞാൻ അങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങളെടുത്ത് അടുത്തുള്ള ബാക്കോട്ട് പോകും, മറ്റേ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലെ? അങ്ങനെ വന്നാൽ എന്ത് കിട്ടും? ചേർന്ന് നിൽക്കൂല്ലേ? ചേർന്ന് നിൽക്കും. ഈ പച്ചയുടെ മുകളിൽ പച്ച, റെഡിന്റെ മുകളിൽ റെഡ്, പിങ്കിന്റെ മുകളിൽ പിങ്ക് വന്നില്ലേ? യെസ്, ചേർന്നില്ലേ?
അതുകൊണ്ട് ഈ കോമ്പൗണ്ട് എന്താണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പൊ മിറർ ഇമേജ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ചിലപ്പോൾ ചേർന്ന് നിൽക്കില്ല തോന്നും, 180 തിരിച്ചാലും ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലർക്ക് ചോദ്യം ഉണ്ടാവും, അതിപ്പോ ഏത് മോളിക്യൂള് സാറ് എടുത്തു കഴിഞ്ഞാലും എന്താണ് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക? അല്ല, ഞാൻ കാണിക്കാം. വേറെ മോളിക്യൂള് 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആക്കിയിട്ട് ഞാൻ കാണിക്കാം. 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തായി പറഞ്ഞതെന്നുള്ളത്. 4 ഗ്രൂപ്പും ഞാൻ ഡിഫറെന്റ് ആക്കാൻ പോവാണ്, ശ്രദ്ധിക്കണം. 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ ഈ മോളിക്യൂൾ ഒന്ന് നോക്ക്, ഇതിപ്പോ 4 ഗ്രൂപ്പും ഡിഫറെന്റ് അല്ലേ? അതെ, ഇതിന്റെ മിറർ ഇമേജ് ആണിത്, ഇതിന്റെ മിറർ ഇമേജ് ആണിത്, ഇല്ലേ? ഇതിന്റെ മിറർ ഇമേജ് നിങ്ങൾ അടുത്തേക്ക് നിൽക്കുന്ന പച്ചയും നിങ്ങൾ അകന്ന് നിൽക്കുന്നത് എന്താണ്, ബ്ലൂ ആണ്. മിറർ ഇമേജ് ഇങ്ങനെയല്ലേ ഉള്ളത്? യെസ്, മിറർ ഇമേജിനെ എന്താണ് ചേർന്നിക്കോ? ഇല്ല, ചേർന്നിക്കൂല. ഇനി ഞാൻ തിരിക്കുകയാണ്, തിരിക്കുമ്പോ പച്ച നിങ്ങൾ അടുത്തേക്കാട്ടോ, മിറർ ഇമേജിനാണ് തിരിക്കുന്നത്. പച്ച നിങ്ങൾ അടുത്തുള്ളത്, ആ പച്ച നിങ്ങൾ അടുത്തുള്ളത് തിരിക്കുമ്പോ ബാക്കോട്ട് പോകുന്നു. ഏത് മുമ്പിലേക്ക് വരുന്നു? യെസ്, ബ്ലൂ മുമ്പിലേക്ക് വരുന്നു. ഇനി 180 ഡിഗ്രി തിരിച്ച് ഞാൻ ചേർത്ത് വെച്ചാൽ ഗ്രീന്റെ മുകളിൽ ഏത് വന്നു? ബ്ലൂ അല്ലേ വന്ന്? ചേർന്ന് നിന്നോ? ഇല്ലല്ലോ. ചേർന്നില്ലല്ലോ. നിന്നോ? ഇല്ല. അതുകൊണ്ട് 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആയാൽ മാത്രമേ മിറർ ഇമേജ് 180 ഡിഗ്രി തിരിച്ചാലും എന്താണ് ചേർന്ന് നിൽക്കാതെ ഇരിക്കുള്ളൂ. അപ്പോഴേ നമ്മളെ കോമ്പൗണ്ട് എന്താവുള്ളൂ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുള്ളൂ. ഈ മോളിക്യൂളിനെ നിങ്ങൾ നോക്കൂ, ഇതല്ലേ? ഇതിപ്പോ ബാക്കിലുള്ളതാ C2H5 ആണ്. 180 ഡിഗ്രി ഞാൻ തിരിച്ചാൽ ഇത് ഫ്രണ്ടിലേക്ക് വരും, ഇത് ബാക്കിലേക്ക് പോകും. എന്നിട്ട് 180 ഡിഗ്രി തിരിച്ചിട്ട് ഞാൻ വെച്ചാൽ ഇത് ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്കിലുള്ള C2H5ന്റെ മുകളിൽ ഏതാ വരിക? C3 വരിക. ചേർന്ന് നിൽക്കില്ല. 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആയി എന്നാൽ മാത്രമേ ഈ ഇങ്ങനെ 180 ഡിഗ്രി ചേർത്താലും മിറർ ഇമേജ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയി നിൽക്കുള്ളൂ. ഓർത്ത് വെക്കുക. ഇനി സ്റ്റീരിയോ സെന്ററും അസിമെട്രിക് സെന്ററും എന്താ നോക്കൂ നിങ്ങൾ. ഇവിടെ ഈ ഡബിൾ ബോണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ഐസോമർ വരുന്നുണ്ട്, 2 സ്റ്റീരിയോ ഐസോമർ ഉണ്ട്. ഒപ്റ്റിക്കൽ ഐസോമറും സ്റ്റീരിയോ ഐസോമർ ആണ്, ജിയോമെട്രിക്കൽ ഐസോമറും സ്റ്റീരിയോ ഐസോമർ ആണ്. ഇവിടെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് 2 സ്റ്റീരിയോ ഐസോമർ വരുന്നത്. ഏതാണ് 2 സ്റ്റീരിയോ ഐസോമർ? ഒന്ന് സിസും ട്രാൻസും അല്ലെ. എന്നാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു കാർബണിൽ ഇപ്പൊ H വിടലുള്ളത്, ഈ H മാറ്റി അങ്ങോട്ട് Br ഇങ്ങോട്ടിട്ട്, എന്നാൽ ഇത് വലത്തോട്ടാണ് ഇപ്പൊ ലൈറ്റിനെ തിരിക്കുന്നെങ്കിൽ അതെന്താവും? ഇപ്പൊ ഉദാഹരണം പറയാം, ഈ മോളിക്യൂൾ ഇപ്പൊ എന്താ, ഇതിപ്പം ലൈറ്റിനെ വലത്തോട്ടാണ് തിരിക്കുന്നതെന്ന് വിചാരിക്കുക, ജസ്റ്റ് വിചാരിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ H എടുത്ത് ഇങ്ങോട്ട് ഇട്ടു, ഈ Br എടുത്ത് ഇങ്ങോട്ട് ഇട്ടു. ഒരു എക്സ്ചേഞ്ച് ചെയ്യാൻ നടത്തില്ലേ? എവിടെ? ഈ കാർബണിന്റെ മുകളിൽ, ഈ ഒരു പർട്ടിക്കുലർ കാർബണിന്റെ മുകളിൽ ഒരു എക്സ്ചേഞ്ച്, സിംഗിൾ എക്സ്ചേഞ്ച് ചെയ്യാൻ നടത്തിയാൽ ഇത് ഇപ്പൊ വലത്തോട്ടാണ് തിരിക്കുന്നെങ്കിൽ അത് എങ്ങോട്ടായി മാറും? ഇടത്തോട്ടായി മാറും. അതായത് ഒന്ന് ഡെസ്ട്രോ ആണെങ്കിൽ ഒന്നെന്തായി മാറി? ലീവായി മാറി. അവിടെ ഒരു പർട്ടിക്കുലർ കാർബണിന്റെ മുകളിൽ ഞാനൊരു ചേഞ്ച് നടത്തിയപ്പോൾ എനിക്ക് ഡെസ്ട്രോ ലീവോ ഐസോമർ കിട്ടി. ഇവിടെ ഒരു പർട്ടിക്കുലർ റീജിയണിൽ ഞാൻ ചേഞ്ച് നടത്തുകയാണ്. മുകളിലേക്ക് ഒന്ന് താഴെ കൂട്ടാൻ ട്രാൻസ്. ഇപ്പൊ രണ്ടും എന്താണ്? ഒരു സൈഡിലാകുമ്പോൾ സിസ്. ഇവിടെ ഒരു പർട്ടിക്കുലർ റീജിയൺ ആണ്. രണ്ടിലും കിട്ടുന്ന സ്റ്റീരിയോ ഐസോമർ ആയതുകൊണ്ട് ഈ റീജിയൺ ഇതിനെ സ്റ്റീരിയോ സെന്റർ, ഇതും സ്റ്റീരിയോ സെന്റർ ആണ്. പക്ഷെ ഇത് പർട്ടിക്കുലർ ആറ്റത്തിന്റെ മുകളിലായതുകൊണ്ട് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ അസിമെട്രിക് സെന്റർ എന്നും പറയും. അപ്പൊ എല്ലാ അസിമെട്രിക് സെന്ററും സ്റ്റീരിയോ സെന്റർ ആണ്. പക്ഷെ എല്ലാ സ്റ്റീരിയോ സെന്ററും എന്തല്ല? അസിമെട്രിക് സെന്റർ അല്ല. ഓർത്ത് വെക്കുക, എല്ലാ അസിമെട്രിക് സെന്ററുകളും സ്റ്റീരിയോ സെന്റർ ആണ്. പക്ഷെ എല്ലാ സ്റ്റീരിയോ സെന്ററുകളും എന്തല്ല? അസിമെട്രിക് സെന്ററുകളല്ല. അസിമെട്രിക് സെന്റർ എന്നാണ് ഒരു പർട്ടിക്കുലർ ആറ്റത്തിന്റെ മുകളിൽ നമ്മൾ ചേഞ്ച് വരുത്തിയാൽ പർട്ടിക്കുലർ ഡിഫറെന്റ് ഐസോമേഴ്സ് കിട്ടുകയാണ്. മറ്റൊരു പർട്ടിക്കുലർ റീജിയൻ ആണ്. അപ്പൊ ജിയോമെട്രിക്കൽ ഐസോമർ സ്റ്റീരിയോ ഐസോമർ ആണ്, ഒപ്റ്റിക്കൽ ഐസോമർ സ്റ്റീരിയോ ഐസോമർ ആണ്. കാരണം രണ്ടിനും എന്തുണ്ട്? സ്റ്റീരിയോ സെന്റർ ഉണ്ട്. പക്ഷെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്താണ്? അസിമെട്രിക് സെന്റർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആറ്റം ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവും. അവിടെ നമ്മൾ ചേഞ്ച് വരുത്തുമ്പോഴാണ് നമുക്ക് 2 വ്യത്യസ്ത ഐസോമർ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാ എന്താണ് അസിമെട്രിക് സെന്ററും സ്റ്റീരിയോ സെന്റർ ആണ്. പക്ഷെ എല്ലാ സ്റ്റീരിയോ സെന്ററും എന്തല്ല? അസിമെട്രിക് സെന്റർ അല്ല. ഇത് സ്റ്റീരിയോ സെന്റർ ആണ്, അസിമെട്രിക് സെന്റർ അല്ല. കാരണം ഇത് പർട്ടിക്കുലർ ആറ്റത്തിന്റെ മുകളിലല്ല, പർട്ടിക്കുലർ റീജിയണിലാണ്. ഓർത്ത് വെക്കുക. അപ്പൊ ഇതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? ഐസോമറുകളുടെ എണ്ണം കാണാനാണ്. ഇപ്പൊ നോക്കൂ, ഇത് നമ്മളുടെ ഗ്ലൂക്കോസ് ആണ് അല്ലെ, നമ്മളുടെ എനർജി സോഴ്സ് ആയ ഗ്ലൂക്കോസ്. ഇവിടെ എത്ര കൈറാൽ കാർബൺ ഉണ്ട്? ഒരു കൈറാൽ കാർബൺ, ഒന്ന് OH, CHO, H, പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, പിന്നെ ഇവിടെ HOH ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെ. ഇതൊക്കെ കൈറാൽ കാർബണ, ഇതൊക്കെ കൈറാൽ കാർബണ, ഇതൊക്കെ കൈറാൽ കാർബണ. ഈ ഗ്ലൂക്കോസിന് എത്ര ഐസോമർ ഉണ്ട്? എത്രണ്ണം വരയ്ക്കാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എത്രണ്ണം വരയ്ക്കാൻ പറ്റും? ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു. ഒറ്റൊന്ന് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതാ ഈ ഗ്ലൂക്കോസിന് ഞാൻ ഇങ്ങനെ ഒരു ഐസോമർ വരയ്ക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു ഐസോമർ. ശ്രദ്ധിച്ചിരിക്കുകയാണ്. കൈറാൽ കാർബൺ ഇവിടെ അങ്ങനെ തന്നെ ഇട്ടു. 3ാമത്തെ കാർബണിൽ ഞാൻ ഇടത്തോട്ട് വരച്ചു. 4ാമത്തെ കാർബണിൽ ഞാൻ ഇടത്തോട്ട് വരച്ചാൽ ഈ സാധനം എന്തായി എന്നറിയോ? ഈ സാധനം എന്തായി നിങ്ങൾക്ക് അറിയോ മക്കളെ? എന്തായി ഇത് ഗ്ലൂക്കോസിന് പകരം ഗാലക്ടോസായി മാറി. ഗാലക്ടോസായി മാറി. ശരിയല്ലേ? ഇനി ഞാൻ ഇത് ഇങ്ങോട്ടിട്ടു. ഇതേപോലെ തന്നെ
ഇതും ഇവിടെ വെച്ചു. ബാക്കി അതേപോലെ തന്നെ ഇട്ടാൽ മാനോസ് ആയി മാറി. അങ്ങനെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് എത്ര ഐസോമർ വരയ്ക്കാൻ പറ്റുമെന്ന് അറിയാം നിങ്ങൾ. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓർത്ത് വെച്ചോ. ഞാൻ ട്രിക്ക് പഠിപ്പിച്ചു തരാം. കൈറാൽ കാർബൺ എണ്ണ എത്ര കൈറാൽ കാർബൺ ഉണ്ട്? 1 2 3 4 4 കൈറാൽ കാർബൺ ഉണ്ട്. ഇത് കൈറാലാണോ? അല്ല, കാരണം രണ്ടും എച്ച് ആണ്. 4 ഡിഫറെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളതാണല്ലോ കൈറാൽ കാർബൺ. അപ്പൊ എത്ര കൈറാൽ കാർബൺ ഉണ്ട്? 1 2 3 4. കൈറാൽ കാർബണിന്റെ എണ്ണം n ആണ്. കൈറാൽ കാർബൺ കഴിഞ്ഞുള്ള എൻഡുകൾ ഡിഫറെന്റ് ആണ്. കൈറാൽ കാർബണിന്റെ എണ്ണം n ആണെങ്കിൽ നിങ്ങൾക്ക് 2n ഐസോമർ കിട്ടും. 2n. എപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത്? കൈറാൽ കാർബൺ n, n's are different. n's ഡിഫറെന്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമർ 2n ആണ്. അടുത്ത പോയിന്റ്, ഓൾ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. എല്ലാം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓൾ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. എല്ലാം ഒപ്റ്റിക്കലിയാണ്. അപ്പൊ ഇവിടെ എത്രയാണ്? 2⁴. ദാറ്റ് ഈസ് 16 ഐസോമർ ഉണ്ടാവും. എല്ലാം ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കും. ഓൾ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇനി എത്ര എനൻഷ്യോമറിക് പെയർ ഉണ്ട്? ഇതൊന്നും അതിന്റെ മിറർ ഇമേജ് ഒരു പെയർ എനൻഷ്യോമർ അല്ലേ? ഇത് ഗാലറ്റോസ്. അതിന്റെ മിറർ ഇമേജ് എടുത്താൽ അതൊരു എനൻഷ്യോമറിക് പെയറാ. ഒരു കോമ്പൗണ്ടും അതിന്റെ മിറർ ഇമേജും ആണെന്ത്? പരസ്പരം എനൻഷ്യോമറിക് പെയർസ്. അപ്പൊ ഇത് എനൻഷ്യോമറിക് പെയർ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എത്ര ഉണ്ടോ അതിന്റെ നേർപകുതിയാണ്. സോ എനൻഷ്യോമറിക് പെയർ ഈസ് ഈക്വൽ ടു 2n/2. ദാറ്റ് ഈസ് എന്താണ്? 16/2. അപ്പൊ ഗ്ലൂക്കോസിൽ 8 എണ്ണാണ് ശരിക്കുള്ളത്. ഇതൊന്ന് അതിന്റെ മിറർ ഇമേജ്, ഒരെണ്ണായില്ലേ? ഒന്ന് ഡെസ്ട്രോ, ഒന്ന് ലീവോ. ഇതൊന്ന് ഗാലറ്റോസ്, അതിന്റെ മിറർ ഇമേജ്. മാനോസ്, അതിന്റെ മിറർ ഇമേജ്. അങ്ങനെ പോകും അല്ലെ? അങ്ങനെ 8 എണ്ണാണ് ശരിക്കുള്ളത്. അതും അതിന്റെ മിറർ ഇമേജും കൂടി വരുമ്പോൾ ടോട്ടൽ ഐസോമർ എത്ര വരും? 16 സ്റ്റീരിയോ ഐസോമർ വരും. എല്ലാം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓർത്ത് വെച്ചോ, എൻഡുകൾ ഡിഫറെന്റ് ആണ്. കൈറാൽ കാർബണിന്റെ എണ്ണം n ആണെങ്കിൽ ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ 2n ആണ്. നോക്കൂ, ഇനി നമുക്ക് മറ്റൊരാൾ, ഇതാണ് ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസിൽ എത്ര കൈറാൽ കാർബൺ ഉണ്ട്? ഇത് കൈറാൽ കാർബണാ, ഓക്കെ അല്ലേ? ഇതും കൈറാൽ കാർബണാ, ഓക്കെ അല്ലേ? ഇതും കൈറാൽ കാർബണാ, ഓക്കെ അല്ലേ? ഇത് കൈറാലാണോ? അല്ല. 4 ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. ഇത് കൈറാലാണോ? അല്ല. ഇനി കൈറാൽ കാർബൺ കഴിഞ്ഞുള്ള എൻഡ് ഇവിടെ CH2H ആണ്. ഇവിടെ CH2H അല്ല നോക്കണ്ട. കൈറാൽ കാർബൺ കഴിഞ്ഞുള്ള എൻഡ് നോക്കണം. എൻഡുകൾ സെയിം ആണോ? ഡിഫറെന്റ് ആണ്. അപ്പൊ എത്ര ഉണ്ട്? 3 കൈറാൽ കാർബൺ. സോ ടോട്ടൽ ഐസോമർ എത്രയാണ്? 2�3. 2�3 എത്രയാ? 8 ആണ്. എനൻഷ്യോമറിക് പെയർ എത്ര ഉണ്ട്? യെസ്, 2�3/2. എത്ര ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. എത്ര ഉണ്ടാവും? 4 എനൻഷ്യോമറിക് പെയർ. അതായത് ടോട്ടൽ 4 കോമ്പൗണ്ട് ആണുള്ളത്. അതിന്റെ മിറർ ഇമേജും കൂടി വരുമ്പോൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ എന്തായി? 4 എണ്ണം. അതിൽ ഡെസ്ട്രോലിയോ വരുമ്പോൾ 4 എണ്ണത്തിനും ഡെസ്ട്രോലിയോ വരൂലേ? ഒന്ന് വലത്തോട്ടിരിക്കുന്നു, അടുത്തോട്ടിരിക്കുന്നു. അപ്പൊ എന്താണ്? എത്ര വരും? 8 എണ്ണം വരും. ദിസ് ഈസ് ദ ഐസോമർ, നമ്പർ ഓഫ് ഐസോമേഴ്സ്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഫോർ ഫ്രക്ടോസ്. ഇത് ഏതാ സാധനം? ഫ്രക്ടോസ്. നമ്മളുടെ ഫ്രൂട്ട് ഷുഗർ എന്നറിയപ്പെടുന്ന ഫ്രക്ടോസ് ആണത്. ഫ്രക്ടോസ് അല്ലെ? ഫ്രക്ടോസിന് 8 സ്റ്റീരിയോ ഐസോമർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ട്, എൻഡുകൾ സെയിം ആണെങ്കിലോ? എൻഡുകൾ എന്താണ്? സെയിം ആണ്. എൻഡുകൾ സെയിം ആണ്. ഇവിടെ എത്ര കൈറാൽ കാർബൺ ഉണ്ട്? 2 കൈറാൽ കാർബൺ അല്ലെ? 2 കൈറാൽ കാർബൺ ഉണ്ട്. ഇഫ് എൻസ് ആർ സെയിം, എൻസ് എന്താണ്? സെയിം ആണ്. എൻഡുകൾ സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കൈറാൽ കാർബൺ എന്താണ്? ഈവൺ ആണെങ്കിൽ ഇക്വേഷൻ എന്താ? 2n-1 പ്ലസ് 2n-2/2 ആണ്. അതിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഇത് മാത്രമാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഇത് മീസോഫോമ. ഏതാണ്? മീസോഫോം. എന്താണ് മീസോഫോം? കൈറാൽ കാർബൺ ഉണ്ട്, പക്ഷെ പ്ലെയിനോ സിമെട്രി കാരണം എന്ത് പോയി? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പോയി. ഒപ്റ്റിക്കൽ ആക്റ്റീവ് എത്ര ഉണ്ടാവുക? ഇതുണ്ടാവുക. എനൻഷ്യോമറിക് പെയർ എത്ര ഉണ്ടാവുക? ഒപ്റ്റിക്കലി ആക്റ്റീവിന്റെ നേർപകുതി. ഒപ്റ്റിക്കലി ആക്റ്റീവും മിറർ ഇമേജും ആയതല്ല എനൻഷ്യോമർ. അപ്പൊ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ കോമ്പൗണ്ടിന് നേർപകുതി എനൻഷ്യോമറിക് പെയർ ആയിരിക്കും. അപ്പൊ എനൻഷ്യോമറിക് പെയർ എത്രയാ? 2n-1/2 വരും. ശരിയല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എത്ര? 2 കൈറാൽ കാർബൺ. 2 എന്നത് ഈവൺ അല്ലേ? എത്ര വരും? 2⁻2 - 1
plus 2 raised to 2 minus 2 by 2. That is 2 raised to 1 plus 2 raised to 0. That is 2 സംതിങ് റേസ് 0 എന്താ 1 ആണ്. അതായത് 2 പ്ലസ് 1 എന്ത് വരും 3 വരും. ശരിയല്ലേ? മൊത്തം 3 വരും. അതിൽ ഇതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇത് മീസോ ആണ് അല്ലെ. അപ്പൊ നോക്കൂ, ഇത് മീസോ. എത്ര കിട്ടി? ഒരു മീസോ. കാരണം എന്താ? പ്ലെയിനോസിമെട്രി ഉണ്ട്. പ്ലെയിനോസിമെട്രി 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 കൈറാൽ കാർബൺ. ഇനി ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. പ്ലെയിനോസിമെട്രി ഉണ്ടോ? ഇല്ല. ഇനി ഇതിന്റെ മിറർ ഇമേജും വരൂലേ? അപ്പൊ മിറർ ഇമേജും കൂടി വരുമ്പോ എത്രയായി? മൊത്തം എത്രണ്ണായിടാ? മൊത്തം 4 3 3 ആ 3 നമ്മൾ ഈ വരച്ചിരിക്കുന്ന 3 ഈ വരച്ചിരിക്കുന്ന 3 ഇതും ഇതിന്റെ മിറർ ഇമേജും 2 അതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് 2 ഇതൊരു മീസോ. സോറി, ഇതും ഇതിന്റെ മിറർ ഇമേജും ഒപ്റ്റിക്കലി ആക്റ്റീവ് 2 ഇതൊന്ന് മീസോ. അതാണ് 2 അല്ലേ? ദാറ്റ് ഈസ് 1. ഇനി എനൻഷ്യോമർ പേർ എത്രയാ? ഒരു പേര് എനൻഷ്യോമർ അല്ലേ? അതായത് 2 കിട്ടിയില്ലേ? 2 ബൈ കിട്ടി എത്രയാ? 2 - 1 അതിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് 2 - 1 അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് 2 ബൈ 2 എത്രയാ? ഒരു പേർ എനൻഷ്യോമർ. സോ 1 പെയർ എനൻഷ്യോമർ 1 പെയർ എനൻഷ്യോമർ 1 പെയർ എനൻഷ്യോമർ. ക്ലിയർ ആയല്ലോ? ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയോ. ഒരു എക്സാമ്പിൾ നോക്കിയോ. ഇവിടെ നോക്കൂ, എത്ര കൈറാൽ കാർബൺ ഉണ്ട്? ഒരു കൈറാൽ കാർബൺ, 2 കൈറാൽ കാർബൺ, 3 കൈറാൽ കാർബൺ, 4 കൈറാൽ കാർബൺ. എൻഡുകൾ എന്താ? സെയിം ആണ്. എൻഡുകൾ സെയിം ആണ്. ഇക്വേഷൻ കൊടുക്ക്. 2 raised to 4 minus 1 plus 2 raised to 4 minus 2 by 2 വേണം. ശരിയല്ലേ? അപ്പൊ 2 raised to 3 വരും. 2 raised to 3 plus എന്ത് വരും? 2 raised to 2 വരും അല്ലേ? അല്ല, 2 raised to 1 വരും. 2 raised to 1 വരും. അപ്പൊ എന്ത് വരും? 8 plus 2 ദാറ്റ് ഈസ് 10 വരും. 10 വരും. 10 എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് എത്രയാ? 8 അല്ലേ? അപ്പൊ എനൻഷ്യോമർ റിപ്പയർ എത്രയാ? എനൻഷ്യോമർ റിപ്പയർ 8 ബൈ 2 ദാറ്റ് ഈസ് എത്രയാണ്? 4. അപ്പൊ 4 വരച്ചാൽ മതി. ആ 4 വരയ്ക്കാം. മീസോ എത്ര ഉണ്ട്? മീസോ 2 ഉണ്ട്. നമുക്ക് ഒക്കെ വരയ്ക്കാം. ആദ്യം മീസോ 1 തന്നെയാണ്. കാരണം എന്താ? നോക്കൂ, ഇവിടെ ഒരു പ്ലെയിനോസിമെട്രി ഇല്ലേ? ഒരു പ്ലെയിനോസിമെട്രി. ഈ ഭാഗം സെയിം അല്ലേ? ഇനി ഒരു മീസോം കൂടി ഞാൻ വരച്ചു തരാം. എന്നിട്ട് ബാക്കി ഒപ്റ്റിക്കലി ആക്റ്റീവ് ഞാൻ വരച്ചു തരാം. CHO പിന്നെ CHO. ഒരു OH ഇവിടെ, ഒരു OH ഇവിടെ, ഒരു OH ഇവിടെ, H പിന്നെ ഒരു OH ഇവിടെ. വരച്ചൂടെ? വരയ്ക്കാമല്ലോ. നോക്കൂ, എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്ക്. ഇങ്ങനെ കട്ട് ചെയ്ത് നോക്ക്. ഇങ്ങനെ കട്ട് ചെയ്താൽ എന്താ? HOH അല്ലെ? 2 ഭാഗം എന്താ? സെയിം അല്ലേ? അപ്പൊ 2 മീസോ കിട്ടിയില്ലേ? 2 മീസോ കിട്ടി. 2 മീസോ കിട്ടി. ശരിയല്ലേ? 2 മീസോ കിട്ടി. ഇനി എന്താ? എത്ര വേണം? 8 വേണം. 8 എന്ന് പറഞ്ഞാൽ 4 ഉള്ളത് 4 ഡിഫറെന്റ്. അതിൽ ഡെസ്ട്രോ ഉണ്ട്, ലീവ് ഉണ്ട്. അപ്പൊ എത്രയായി? മൊത്തം 4 ഡെസ്ട്രോ ലീവ് വരുമ്പോൾ 8 ആയില്ലേ? ഞാൻ 4 വരയ്ക്കണുള്ളൂ. 4 വരയ്ക്കാണ്. നോക്കിയോ, ആ 4 ഒപ്റ്റിക്കലി ആക്റ്റീവായ 4 വരയ്ക്കാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. OH റൈറ്റ്, OH ലെഫ്റ്റ്, OH റൈറ്റ്, OH ലെഫ്റ്റ്. മിറർ ഇമേജ് ഉണ്ടോ? ഉണ്ട്. മിറർ ഇമേജ് ഉണ്ടാവും. കാരണം ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലേ? പ്ലെയിനോസിമെട്രി ഉണ്ടോ? ഇല്ല. ഇവിടെ HOH, ഇവിടെ OHH, ഇവിടെ HOH, ഇവിടെ OHH. വ്യത്യാസമല്ലേ? അപ്പൊ എന്താണ്? എന്തില്ല? പ്ലെയിനോസിമെട്രി ഇല്ല. അപ്പൊ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പൊ ഇതും ഇതിന്റെ മിറർ ഇമേജ് ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒന്ന് വരച്ചുകൂടെ? CHO OH ഇവിടെ, H ഇവിടെ, OH ഇങ്ങനെ വരച്ചൂടെ? ഇത് വരയ്ക്കാലോ. വരയ്ക്കാം. പ്ലെയിനോസിമെട്രി ഉണ്ടോ? ഇല്ല. കിട്ടുന്നത് കിട്ടോ? ഇല്ല. അപ്പൊ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇത് ഒപ്റ്റിക്കലി 2 ആയില്ലേ? ആയല്ലോ. ഇനി നമുക്കൊന്ന് ഇങ്ങനെ വരച്ചൂടെ? എങ്ങനെ വരയ്ക്കാം? CHO വരച്ചു. ഇവിടെ OH വരച്ചു. ഇവിടെ OH വരച്ചു. പിന്നെ ഇവിടെ OH വരച്ചു. പിന്നെ ഇവിടെ OH വരച്ചു. പ്ലെയിനോസിമെട്രി ഉണ്ടോ? ഇല്ല. പ്ലെയിനോസിമെട്രി ഇല്ല. കട്ട് ചെയ്താൽ ഈക്വലാപ്പ് കിട്ടൂല. കിട്ടോ? ഇല്ല. പ്ലെയിനോസിമെട്രി ഇല്ല. POS ഇല്ല. പ്ലെയിനോസിമെട്രി ഇല്ല. ഇവിടെയും POS ഇല്ല. പ്ലെയിനോസിമെട്രി ഇല്ല. അപ്പൊ ഇതൊന്നാണ്. അപ്പൊ 3 ആയില്ലേ? ഈ 3 പേര് വരുമ്പോ എത്രയായി? 6 ആയി. ഒന്നുകൂടി വരയ്ക്കണം അല്ലേ? ഒന്നുകൂടി നമുക്ക് വരയ്ക്കണം. ഏതാ ഒന്ന് നോക്കാം നമുക്ക്. ഒന്ന് ഇങ്ങനെ വരച്ചൂടെ? CHO അല്ലേ? COH നോക്ക്. ഇതിന് പ്ലെയിനോസിമെട്രി ഉണ്ടോ? ഇല്ല. കാരണം ഇതിന് കട്ട് ചെയ്താൽ എന്താ? ഇവിടെ OH ആണ്, ഇവിടെ HH ആണ്. വ്യത്യാസമല്ലേ? അപ്പൊ ഇവിടെ എന്തില്ല? പ്ലെയിനോസിമെട്രി ഇല്ല. സോ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പൊ 4 എണ്ണായി.
4 ഇതും ഇതിന്റെ മിറർ ഇമേജ് ഒരു പെയർ, ഇതും ഇതിന്റെ മിറർ ഇമേജ് ഒരു പെയർ, ഇതും ഇതിന്റെ മിറർ ഇമേജ് ഒരു പെയർ, ഇതും ഇതിന്റെ മിറർ ഇമേജ് ഒരു പെയർ. ദാറ്റ് ഈസ് എന്താണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് 8 എൻഷോമർ പെയർ ചോദിച്ചാൽ എത്രയായി 4 അപ്പോ കൈറാൽ കാർബണിന്റെ എണ്ണം ഈവൺ ആണ്, എൻഡുകൾ സെയിം ആണെങ്കിൽ 2n-1 പ്ലസ് 2n-2/2 ആണ്. 2n-1 എന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. 2n-2/2 എന്നത് മീസോഫോം ആണ്. അവിടെ മീസോഫോം ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. മീസോഫോമുകൾ തമ്മിൽ എന്തല്ല എനൻഷോമേഴ്സ് ആണോ? സോ ഇതും എന്താ പരസ്പരം മിറർ ഇമേജ് ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലേ, മിറർ ഇമേജും ആണ്. അതുകൊണ്ട് ഇതിന് ഞാൻ 1 കൊടുക്കുന്നു, ഇതിനെ 2 കൊടുക്കുന്നു, ഇതിനെ 3 കൊടുക്കുന്നു. 2 ഉം 3 എന്താ 2 and 3 എന്താ എനൻഷോമേഴ്സ് ആണ്. എന്താണ് മക്കളെ? എനൻഷോമേഴ്സ് ആണ്. 2 and 3 ആർ എനൻഷോമേഴ്സ് ആണ്. എന്നാൽ 1 and 3 ഐസോമേഴ്സ് അല്ലേ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? 1 ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, 2 ആണ് അല്ലേ? പക്ഷെ ഐസോമേഴ്സ് അല്ലേ? പരസ്പരം ഐസോമേഴ്സ് ആണല്ലോ, സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. അതായത് സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഒപ്റ്റിക്കലി ആക്റ്റീവോ ആവാണ്ടിരിക്കാതെ ചെയ്യട്ടെ, എന്തായാലും മിറർ ഇമേജും അല്ലല്ലോ. ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, മിറർ ഇമേജും അല്ല. അങ്ങനെയുള്ള ആളുകളെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാണ്ടിരിക്കാം, പക്ഷെ മിറർ ഇമേജ് അല്ല. മിറർ ഇമേജും ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവും ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പാടുള്ളൂ? എനൻഷോമർ എന്ന് വിളിക്കാൻ പാടുള്ളൂ. മിറർ ഇമേജും ആവണം, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണം. ഇത് രണ്ടും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഇത് ഇതിന്റെ മിറർ ഇമേജും അല്ല. ഓക്കെ, മിറർ ഇമേജ് ആവാണ്ടിരിക്കാൻ എന്തോ ആവാം, പിന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാണ്ടിരിക്കാൻ എന്താവാം, പക്ഷെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാണ്ടിരിക്കാൻ എന്താവാം, പക്ഷെ മിറർ ഇമേജ് അല്ലല്ലോ. അങ്ങനെയുള്ള ആളുകളെ പറയുന്ന പേരാണ്. അപ്പൊ 1 and 2 എന്തല്ല എനൻഷോമർ എന്ന് പറഞ്ഞാൽ ദൈവം പൊറുക്കില്ല കേട്ടോ. 1 and 3 എന്തല്ല എനൻഷോമർ എന്ന് പറയാൻ പാടില്ല. കാരണം ദേ ആർ നോട്ട് മിറർ ഇമേജ്. മിറർ ഇമേജും ആവണം, ഒപ്റ്റിക്കലി ആക്റ്റീവും ആവണം. അപ്പോഴേ എന്ത് പറയാൻ പാടുള്ളൂ? എനൻഷോമർ പറയാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് ഡയാസ്റ്റീരിയോമേഴ്സ് എന്നാ. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയും. എന്താണ് ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് ഞാൻ ഡീറ്റെയിൽ പറയും. അപ്പൊ 1 and 2, 1 and 3 ഡയാസ്റ്റീരിയോമേഴ്സ്, 2 and 3 എന്താണ് എനൻഷോമേഴ്സ് ആണ്. അത് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഉണ്ട്. എന്താ അടുത്ത ചോദ്യം? എൻഡുകൾ സെയിം ആണ്, ഓഡ് നമ്പർ ആയാലോ? എൻഡുകൾ സെയിം ആണ്, ഓഡ് നമ്പർ ആയാലോ? എൻഡുകൾ സെയിമാ. കൈറാൽ കാർബണിന്റെ എണ്ണം എന്താണ്? കൈറാൽ കാർബണിന്റെ എണ്ണം എത്രയാണ്? 3 ആണ്. 3 എന്നത് എന്താ? ഓടാണ്. അപ്പൊ ഐസോമറിന്റെ എണ്ണം ടോട്ടൽ ഐസോമർ എൻഡുകൾ സെയിം, എൻസ് ആർ സെയിം, എൻസ് സെയിം. കൈറാൽ കാർബൺ ഓഡ്, കൈറാൽ കാർബൺ എത്രയാണ്? ഓഡ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ടോട്ടൽ ഐസോമർ? 2n-1 ആണ്. ഓക്കെ, അതിനകത്ത് മീസോഫോം എത്രയാണ്? മീസോഫോം 2n-1/2 ആണ്. ടോട്ടൽ ആണത്. ഒപ്റ്റിക്കലി ആക്റ്റീവും അല്ലാത്തത് അല്ലേ? ഇനി ഒപ്റ്റിക്കലി ആക്റ്റീവ് എത്രയാണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് പറയൂ. ഒപ്റ്റിക്കലി ആക്റ്റീവ് എത്രയാണ്? 2n- ടോട്ടൽ അല്ലേ? അതിൽ നിന്ന് എന്ത് ചെയ്യണം? മീസോ കുറയ്ക്കണ്ടേ? 2n-1/2. എനൻഷോമറി പേർ എന്താ? ഒപ്റ്റിക്കലി ആക്റ്റീവ് 2 ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ എന്താ എനൻഷോമറി പേര്? 2n-1 മൈനസ് 2n-1/2 ഹോൾ ഡിവൈഡ് ബൈ 2 ആണ്. ഇതാണ് എനൻഷോമറി പേര് കാണാനുള്ള ഇക്വേഷൻ. ഓരോന്ന് ഓർത്ത് വെക്കണം. ടോട്ടൽ ഐസോമർ 2n-1, മീസോഫോം 2n-1/2, ഒപ്റ്റിക്കലി ആക്റ്റീവ് ടോട്ടലിന് മീസോഫോം കുറയ്ക്കുക. മീസോ പറഞ്ഞാൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇനി എനൻഷോമറി പേർ ഒപ്റ്റിക്കലി ആക്റ്റീവിനെ 2 ഡിവൈഡ് ചെയ്യുക. നോക്കാം നമുക്ക്. ഇവിടെ എത്രയാണ്? 3 അല്ലേ? അപ്പൊ എത്ര വരും? 2⁻3-1 ദാറ്റ് ഈസ് 2⁴ കിട്ടും. അതാണ് ഈ 4 ഈ 4 ഐസോമർ അവിടെ ഉണ്ടാവുക. 4 കിട്ടിയില്ലേ? ഇനി മീസോഫോം എത്രയാ? മീസോഫോം നോക്കൂ. മീസോഫോം 2⁻3-1/2 അല്ലേ? ഇത് ടോട്ടൽ, ഇതാണ് ടോട്ടലാണ്. ഈ മീസോഫോം എത്രയാണ്? 2⁻3-1/2 ദാറ്റ് ഈസ് എത്രയാ? 2⁻2 പറഞ്ഞാൽ എത്രയാ? 1 2/2 പറഞ്ഞാൽ 2 അല്ലേ? അപ്പൊ 2⁻1 എന്താ? 2 വരും. 2 ആണ്. അതാണ് മീസോഫോം. നോക്കൂ, ഇതൊരു മീസോഫോം ആണ്. കാരണം എന്താ? ഈ സെന്ററിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഇവിടെ എന്താ ഉണ്ടാവുക? OHന്റെ കഷ്ണം OHന്റെ കഷ്ണം OH സെയിം അല്ലേ? ഇനി ഈ സെന്ററിലൂടെ കട്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? OHന്റെ കഷ്ണം OHന്റെ കഷ്ണം H, പിന്നെ പുറത്തും Hന്റെ കഷ്ണം Hന്റെ കഷ്ണം OH. സിമെട്രി ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് 2 മീസോ. ഇത് മീസോ ആണ്. ഇതെന്താണ്? ഇത് മീസോ ആണ്. ഇതും എന്താണ്? മീസോ ആണ്. ഇത് രണ്ടും മീസോ ആണ്. ഇനി അടുത്തേതാ? യെസ്, 4 2 കുറച്ചാൽ എന്താ?
അല്ലെ? 4 2 കുറയ്ക്കണ്ടേ? ഒപ്റ്റിക്കലി ആക്റ്റീവ് പറയും. ഒപ്റ്റിക്കലി ആക്റ്റീവ് എത്രയാണ്? പറയൂ മക്കളെ, പറയൂ. എത്രയാ? 4 - 2 = 2. ഇതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഉണ്ടോ? ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ? ഇല്ല. ഇതെന്താ? ഇതിങ്ങനെ കട്ട് ചെയ്താൽ OH കഷ്ണം H, ഇവിടെ OH കഷ്ണം OH. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. ഇനി അതിന്റെ മിറർ ഇമേജ് അല്ലത്, ഇതിന്റെ മിറർ ഇമേജ് അല്ലത്. അപ്പൊ ഇതും എന്താണ്? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. എത്ര ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്? 2 ആണ് അല്ലെ? ഇനി എനൻഷ്യോമറിക് പെയർ എന്താ? എനൻഷ്യോമറിക് പെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ 2 അല്ലെ? ഒപ്റ്റിക്കലി ആക്റ്റീവ് അതല്ലേ? ഡിവൈഡ് ബൈ 2. ഒപ്റ്റിക്കലി ആക്റ്റീവ് എത്ര? 2 അല്ലേ? 2/2 എത്രയാണ്? ഒരു എനൻഷ്യോമറിക് പെയർ. ഒരു എനൻഷ്യോമറിക് പെയർ ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഒരു എനൻഷ്യോമറിക് പെയർ ആണ്. ഒരു എനൻഷ്യോമറിക് പെയർ ആണ്. ദേ ആർ എനൻഷ്യോമറിക് പെയർ. അപ്പൊ ഓഡ് നമ്പർ ആണെങ്കിൽ എന്താ കാണാ? 2n-1 ടോട്ടൽ ആണ്. 2n-1/2 ആണ് മീസോഫോം. 2n-1 ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം. അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? എനൻഷ്യോമറിക് പെയർ കിട്ടും. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് കൈറാൽ കാർബൺ ആണ്. കാരണം CHO OH H. പിന്നെ ഇതും എന്താണ്? OH H CHO, പിന്നെ ഇങ്ങനെ സംഭവം. പക്ഷെ ഇത് നോക്കുക നിങ്ങൾ, ഇത് കൈറാലാണോ? ഒരു OH ഉണ്ട്, ഒരു H ഉണ്ട്. ഈ സംഭവവും സെയിം അല്ലേ? ഇതിന്റെ മുകളിൽ, ഈ കാർബണിന്റെ മുകളിൽ ഒരു OH ഉണ്ട്, ഒരു H ഉണ്ട്, പിന്നെ ഇതും സെയിം അല്ലേ? അത് കൈറാലാവോ? അപ്പൊ ഓർക്കുക, 2 കൈറാൽ കാർബണിന്റെ ഇടയിൽ ഉള്ള കാർബണിന്റെ മുകളിൽ 2 ഡിഫറെന്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, 2 കൈറാൽ കാർബണിന്റെ അറ്റങ്ങൾ സെയിം ആണ്, പക്ഷെ 2 കൈറാൽ കാർബണിന്റെ ഇടയിലാണ് അത്. അപ്പൊ അതിന്റെ മുകളിൽ 2 ഡിഫറെന്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ 4 ഗ്രൂപ്പും ഡിഫറെന്റ് അല്ലല്ലോ? അല്ല. അതുകൊണ്ട് അതൊരു കൈറാൽ കാർബൺ അല്ല. പക്ഷെ പറയുന്ന സമയത്ത് അതും നമ്മൾ കൈറാൽ കാർബൺ ആയിട്ട് കൗണ്ട് ചെയ്യണം. നമ്മൾ 3 കൈറാൽ കാർബൺ ആയിട്ട് എടുത്തില്ലേ? 1 2 3 മൂന്നായിട്ട് എടുത്തില്ലേ? ഇതിനെയും കൈറാൽ കാർബൺ ആയിട്ട് കൗണ്ട് ചെയ്യണം. ഇതിനെ കള്ളക്കൈറാൽ അല്ലെങ്കിൽ സ്യൂഡോ കൈറാൽ എന്നാണ് അറിയപ്പെടുക. സ്യൂഡോ കൈറാൽ. ക്ലിയർ ആണല്ലോ? സ്യൂഡോ കൈറാൽ അല്ലെങ്കിൽ കള്ളക്കൈറാൽ എന്നാണ് അറിയപ്പെടുക. അപ്പൊ അതിനെ നമ്മൾ കൈറാൽ കാർബൺ ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ 3 എടുക്കുന്നത്. അപ്പൊ ഓർക്കുക, എപ്പോഴും എൻഡുകൾ സെയിം ആണെങ്കിൽ അവിടെ സ്യൂഡോ കൈറാൽ ഉണ്ടാവും. എൻഡുകൾ സെയിം ആണെങ്കിൽ അവിടെ മിഡിലുള്ള കുറച്ച് കാർബണിൽ എൻഡുകൾ സെയിം ആണ്. അതുപോലെ തന്നെ കൈറാൽ കാർബണിന്റെ എണ്ണം ഓടും ആണെങ്കിൽ അതിനകത്തുള്ള സെൻട്രലുള്ള കാർബൺ എന്തായിരിക്കും? ആ സെൻട്രലുള്ള കാർബൺ 3 പറയുമ്പം 1 2 3 അല്ലേ? ഈ എന്താണ് 1 2 3, അതിനകത്ത് ഈ രണ്ടാമത്തെ കൈറാൽ കാർബൺ സ്യൂഡോ കൈറാൽ കാർബൺ ആയിരിക്കും. ഇനി 5 ആണെങ്കിൽ 1 2 3 4 5, അതിന്റെ ഇടയിൽ വരുന്നത് 3 അല്ലേ? മൂന്നാമത്തെ കാർബൺ എന്തായിരിക്കും? സ്യൂഡോ കൈറാൽ കാർബൺ ആയിരിക്കും. അതിനെ നമ്മൾ കൈറാൽ കാർബൺ എണ്ണുമ്പോൾ കൈറാൽ കാർബൺ ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് ഈ ഫോർമുലയിൽ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ കൈറാൽ കാർബൺ ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഈ ഫോർമുലയിൽ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് ഡയാസ്റ്റീരിയോമർ, എന്താണ് എനൻഷ്യോമർ, എന്താണ് എപ്പിമർ, എന്താണ് RNS, എന്താണ് DNL, എറിത്രോ, ത്രിയോ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ എന്ത് ചെയ്യാണ്ട് പറയാനുണ്ട്. അത് അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.